നമസ്കാരം. സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ നാളെ ചുമതലയേൽക്കും. കൂത്തുപറമ്പ് വെടിവയ്പ് കേസിൽ പ്രതിയാവുകയും പിന്നീട് കോടതി ഒഴിവാക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. UPSC പട്ടികയിലെ ഒന്നാമനായ നിതിൻ അഗർവാളിനെ മറികടന്നാണ് റവാഡ ചന്ദ്രശേഖറിന്റെ നിയമനം. മൂന്നാം പേരുകാരനായ യോഗേഷ് ഗുപ്തയോട് സർക്കാരിന് തീരെ താല്പര്യമില്ലായിരുന്നു. കൂത്തുപറമ്പ് വെടിവയ്പ് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രതികരണം നടത്തിയ CPM നേതാവ് P. ജയരാജൻ ഇത് രാഷ്ട്രീയമായി എടുത്ത തീരുമാനമല്ല, ഭരണപരമായ സാങ്കേതികത്വമാണ് എന്ന് വിശദീകരിക്കുകയും ചെയ്തു. ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ശ്രീ ജെയ്ക്സി തോമസ് CPM, ശ്രീ BRM ഷഫീർ കോൺഗ്രസ്, ശ്രീ ശങ്കുട്ടി ദാസ് BJP എന്നിവരാണ്. ആദ്യം ശ്രീ ജെയ്ക്സി തോമസ്, 30 കൊല്ലം മുമ്പ് കേട്ടിട്ടുള്ള ഒരു മുദ്രാവാക്യം ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നുണ്ട്. കൂത്തുപറമ്പിൻ തെരുവീഥികളിൽ ചിതറിയ ചോരത്തുള്ളികളെ തൊടുകുറി ചാർത്തി പറയുന്നു, വീട്ടാ കടം അത് വീട്ടും വരെയും ഇല്ല, ഞങ്ങൾ മറക്കില്ല എന്ന്. ഇതിപ്പോ നിങ്ങൾ മറന്നതാണോ അതോ കടം വീട്ടിയതാണോ? ഇത് സംബന്ധിച്ചുള്ള ഒരു വിവാദത്തിനും ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ കാൽക്കാസിന് പ്രസക്തിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇടതുപക്ഷ രാഷ്ട്രീയം പൊതുവിലും ഇടതുപക്ഷ രാഷ്ട്രീയം വിശേഷിച്ചും വ്യക്തി കേന്ദ്രീകൃതമായിട്ടല്ല ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങളെ വിലയിരുത്താറുള്ളത്. കൂത്തുപറമ്പ് വെടിവെപ്പിന് ആധാരമായത് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മാത്രം വികലമായ പെരുമാറ്റം എന്ന നിലയിലല്ല. ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള ലേഖന പരമ്പരകളും സമരകാര്യങ്ങളും ഒക്കെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എന്നേക്കാൾ ഒരു പക്ഷേ മികവോടുകൂടെ അങ്ങയുടെ സ്മരണയിലുണ്ടാകും. ഞാനതിൻ്റെ സൂക്ഷ്മതയിലേക്ക് ആദ്യം മുതൽക്കേ പോകാനുള്ള ശ്രമമല്ല നടത്തുന്നത്. പക്ഷേ ആ സമയത്ത് ഉയർന്നു വന്ന ഏറ്റവും പ്രസക്തമായ മുദ്രാവാക്യം, സർക്കാർ മുതൽ കോൺഗ്രസ് ഒരു സൊസൈറ്റി രൂപീകരിച്ച് പല കാലയളവിൽ നടത്തിയിട്ടുള്ളതുപോലെ അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാർ സർക്കാർ മുതൽ കൊള്ളയടിച്ച് ഒരു കോൺഗ്രസ് മുതലാക്കി സ്വകാര്യ സ്വത്താക്കി മാറ്റാനുള്ള ശ്രമമുണ്ടാകുന്നു. അതിനെതിരെ ഉജ്ജ്വലമായ സമരം പൊട്ടിപ്പുറപ്പെടുന്നു. ആ സമരത്തിന് നേർക്ക് ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ദുഷ്ടമനസ്സോടുകൂടെ അന്നത്തെ UDF നേതൃത്വം ആസൂത്രണം ചെയ്ത ഒരു കൂട്ടക്കൊലയാണ്. ഇന്നയോളം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധം സംഭവിച്ചിട്ടുള്ള കോൺഗ്രസ് നേതൃത്വം ആസൂത്രണം ചെയ്ത ലക്ഷണമൊത്ത ഒരു കൂട്ടക്കൊലയായിരുന്നു. അന്ന് 5 പേരും പിന്നീട് സഖാവ് പുഷ്പൻ ഉൾപ്പെടെ കേരളത്തിലെ 6 ഉശിരരായ ചെറുപ്പക്കാരുടെ ജീവൻ കവർന്നെടുത്ത വെടിവെപ്പിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ രാഷ്ട്രീയമായ പകപോക്കൽ നടത്തിയത് കേരളത്തിലെ UDF ആയിരുന്നു. അതിൻ്റെ പാത്രമായി അന്നത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥർ മാറിയെന്നത് മാത്രം. അതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഈ വെടിവെപ്പിന്റെ പ്രതീകങ്ങളായി ഉയർത്തിക്കാട്ടിയിരുന്ന 2 പേർ, ഒന്ന് അന്നത്തെ DYSP ആയിരുന്ന ഹക്കീം ബത്തേരി, പിന്നീട് അന്ന് ASP ആയിരുന്ന രവത ചന്ദ്രശേഖർ. ഇപ്പോ മാധ്യമങ്ങൾ റവാഡ ചന്ദ്രശേഖർ എന്നാണ് എഴുതുന്നെങ്കിലും അന്ന് രവത എന്നാണ് പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ എഴുതുക. നരഭോജികൾ എന്ന തലക്കെട്ടിൽ പോസ്റ്റർ ഒട്ടിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്, കണ്ടത്, ആ പോസ്റ്ററുകൾ കണ്ടത്. നരഭോജികൾ എന്ന് കണ്ണൂരും മറ്റു എടുത്ത് ഒട്ടിച്ചിട്ടുണ്ടാവട്ടോ, ഞാൻ കണ്ടതല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അന്ന് നരഭോജി എന്ന് വിളിച്ച ആളെ ഇന്ന് DGP ആക്കുമ്പോൾ ഒട്ടും മനസാക്ഷി കുത്തില്ലേ എന്നുള്ളതാണ് ചോദ്യം. അല്ല, അവിടെയാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. ഇപ്പോ അങ്ങ് സൂചിപ്പിച്ച ചില പോസ്റ്ററുകളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ട ഒരു കമ്മീഷൻ റിപ്പോർട്ടിന്റെ പ്രസക്തമായ ഒരു ഭാഗം 1997 K. പത്മനാഭൻ നായർ എന്ന തലശ്ശേരിയിലെ സെഷൻസ് ജഡ്ജിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കൂത്തുപറമ്പ് സമരം അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷനെ സംബന്ധിച്ചുള്ളൊരു വാർത്തയാണ്. ആ വാർത്തയിൽ R. A. ചന്ദ്രശേഖർ എന്നോ മറ്റോമാണ് ഇദ്ദേഹത്തെ സൂചിപ്പിക്കുന്നത്. എന്തായാലും പേരെന്തുമാവട്ടെ, ഇദ്ദേഹത്തെ സംബന്ധിച്ചായിരുന്നില്ല ഏറ്റവും പ്രസക്തമായി അന്ന് CPIM അതിശക്തമായ വിമർശനം ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇപ്പോഴും കൂത്തുപറമ്പ് അനുസ്മരണ സംബന്ധമായി കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെ ഏതു ലേഖനമെടുത്ത് പരിശോധിച്ചാലും ഒന്നാമത്തെ പേരുകാരൻ മന്ത്രിയുടെ ഒത്താശയോടുകൂടെ കൂട്ടക്കൊല നടത്താൻ എല്ലാ നിയാമികമായ കാര്യങ്ങളെയും ലംഘിച്ചുകൊണ്ട് കൂത്താട്ടം നടത്തിയ ഒന്നാമത്തെ പേരുകാരൻ ഹക്കീം ബത്തേരി എന്ന DYSP ആയിരുന്നു. രണ്ടാമത്തേത് കളക്ടർക്കോ ഡെപ്യൂട്ടി കളക്ടർക്കോ ചുമതല കൊടുക്കാതെ കൂത്തുപറമ്പ് പരിധിയിൽ എവിടെയും അന്ന് സവിശേഷകരമായി ചുമതലയില്ലാതെ കോൺഗ്രസ് ആസൂത്രണത്തിന്റെ ഭാഗമായി അന്ന് ഈ കൃത്യം നിർവഹിക്കാൻ അങ്ങോട്ടേക്ക് എത്തി ഉത്തരവിട്ട ഹൗസിംഗിന്റെ മാത്രം ചുമതലയുണ്ടായിരുന്ന ഡെപ്യൂട്ടി കളക്ടറായിരുന്ന TT ആന്റണി. ഹക്കീം ബത്തേരിയും TT ആന്റണിയും കഴിഞ്ഞിട്ടും മാത്രമായിരുന്നു അങ്ങ് സൂചിപ്പിച്ച ഇപ്പോഴത്തെ പേരുകാരനായിട്ടുള്ള R. A. ചന്ദ്രശേഖർ എന്നോ റവാഡ ചന്ദ്രശേഖർ എന്നോ രാവൻ ചന്ദ്രശേഖർ എന്നോ ഒക്കെ വിളിക്കാൻ പറ്റുന്ന ഇദ്ദേഹം ആ സമയത്ത് എത്തുന്നത്. അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കുന്നു, അദ്ദേഹത്തിന്റെ IPS ട്രെയിനിങ് പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ പോസ്റ്റിംഗിന്റെ 2ാം ദിനമാണ് കൂത്തുപറമ്പ് സമരത്തെ സംബന്ധിച്ചുള്ള കോൺഗ്രസ് നേതൃത്വം നൽകിയ കൂട്ടക്കൊലയുണ്ടാകുന്നത്. പക്ഷെ ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കാനായിരിക്കുന്ന ഒരു പ്രസക്തമായ ഒരു കാര്യം, കൂട്ടക്കൊല നടത്തി കേരള രാഷ്ട്രീയത്തിൽ ഇന്നയോളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും തെറ്റായ രാഷ്ട്രീയ പ്രയോഗം നടത്തിയ കോൺഗ്രസിന് നേർക്ക് ഇപ്പോഴും പല ആളുകൾക്കും ഇത്തരം ഒരു സമീപനമില്ല. മറിച്ച് ചുമതലയേറ്റ് 2ാം ദിവസം മാത്രം സംഭവിച്ചിട്ടുള്ള ഈ കാര്യങ്ങളുടെ മറവിൽ
അന്ന് പ്രതിയാർത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് DGP ആയി മാറുന്നതിനെ സംബന്ധിച്ച് അത് ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ആക്രമിക്കാൻ കഴിയുമോ? ആങ്കറിന്റെ ഓർമ്മയിലില്ലേ ഇദ്ദേഹം പിന്നീടുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ കാലയളവിൽ ഏതൊക്കെ പദവികളിലേക്ക് എത്തി? സുപ്രധാന പദവി അലങ്കരിക്കുന്ന പല റാങ്കുകളിലേക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകളുടെ കാലയളവിൽ തന്നെ ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടില്ലേ? അന്ന് എന്താ ഇത്തരം ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടില്ല? അന്ന് എന്താ ഇദ്ദേഹത്തെ സംബന്ധിച്ച് നിരായുധരായ 6 ചെറുപ്പക്കാരെ കൊന്നുകളഞ്ഞ കോൺഗ്രസ് ഗൂഢാലോചനയുടെ നടത്തിപ്പുകാരൻ എന്ന പട്ടം ഇപ്പോഴത്തെ അഭിനവ DGP-ക്കെതിരെ ചാർത്തി കൊടുക്കാൻ എന്തേ അന്നത്തെ കോൺഗ്രസ് മഗ്നാനിമിറ്റി ഉണ്ടല്ലോ, ചാർജ് എടുത്ത 2ാമത്തെ ദിവസം സർക്കാരിന്റെ ഉത്തരവ് നടപ്പാക്കാൻ വിധേയനായ ഒരു ഉദ്യോഗസ്ഥൻ പാവം എന്ന ആ വിശാല മനസ്കത അന്ന് കാണിച്ചില്ല കേട്ടോ. അന്ന് റവാഡ ചന്ദ്രശേഖരനെ അല്ലെങ്കിൽ രവത ചന്ദ്രശേഖരനെ പറയാനൊന്നും ബാക്കിയില്ല. സസ്പെൻഷനിലായിരുന്നു ആ ഉദ്യോഗസ്ഥൻ. ഞാനിപ്പോ അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അന്നൊരാനുകൂല്യവും അന്നൊരാനുകൂല്യവും ഒരു മഹാമനസ്കതയും കാണിച്ചിട്ടില്ല ആ ഉദ്യോഗസ്ഥനോട്. ഇപ്പോഴും ഒരു ആനുകൂല്യമില്ല, ഒരു സംശയമില്ല. അങ്ങ് മനസ്സിലാക്കണം, ഇപ്പോഴും ഒരു ആനുകൂല്യവും ഇല്ല. ഇപ്പോൾ ആ പട്ടികയിൽ തന്നെയുള്ള മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അങ്ങ് സമീപത്ത് കേട്ട ഒരു വാർത്താ സമ്മേളനങ്ങളൊന്നും അന്ന് കണ്ടില്ലേ? ഇപ്പോഴത്തെ CPI-ന്റെ കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറിയെ പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് ജീവശവമാക്കുന്നിടത്തോളം മർദ്ദനത്തിന് നേതൃത്വം നൽകിയ മറ്റൊരാൾ ഈ പട്ടികയിലുണ്ട്. അങ്ങനെ എത്ര പേർ പോലീസിന്റെ പട്ടികയിൽ ഉണ്ടാകും? അവരോടൊക്കെ ഏത് കാലവും സ്വീകരിക്കുന്ന സമീപനമിനായിരുന്നോ? അതുകൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് സൂചിപ്പിച്ചല്ലോ, സഖാവ് VS-ന്റെ കാലയളവിൽ, പിന്നീടുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ കാലയളവിൽ ഈ സൂചിപ്പിച്ച പോലീസിലെ പേരുകാർ പല പ്രധാനപ്പെട്ട പദവികളിലേക്കും വന്നിട്ടുണ്ട്. അവരെ ആരെയും കോടതി കുറ്റക്കാരനായി വിധിക്കാത്തത്തോളം കാലം ജനകീയ വിചാരണ നടത്തി ജനകീയ കോടതിയിൽ തൂക്കിക്കൊല്ലാൻ നമുക്കാർക്കും ഉത്തരവിടാൻ അർഹതയും അവകാശവുമില്ലല്ലോ. അത് നമ്മുടെ മുമ്പിൽ സുചിന്തിതമായ ഒരു കാര്യമായി ചരിത്രത്തിൽ എല്ലാ കാലവും ഉള്ളതല്ലേ? ശരി, ഓക്കെ. ശ്രീ BRM ഷഫീർ, കെ കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് നടന്ന ഏറ്റവും പ്രമാദമായ സംഭവമായിരുന്നു കൂത്തുപറമ്പ് വെടിവെപ്പ്. 5 DYFI പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവം. അന്നത്തെ പോലീസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചാർജുകളിൽ ഇരുന്ന ഒരാളാണ് അന്ന് തലശ്ശേരി ASP ആയിരുന്ന രവാഡ ചന്ദ്രശേഖർ. അന്ന് പത്മകുമാർ ആയിരുന്നു കണ്ണൂർ SP. നമുക്കറിയാം TT ആന്റണിയാണ് വെടിവെപ്പിനുള്ള ഉത്തരവ് കൊടുത്തത്. മജിസ്ട്രേറ്റ് അധികാരം ഉപയോഗിച്ച് ഹക്കീം ബത്തേരി എന്ന DYSP ആയിരുന്നു അതിലെ ഈ പറഞ്ഞ ആക്ഷനിൽ നടുനായകത്വം വഹിച്ചത്. കാലം കടന്നുപോയി, ഉദ്യോഗസ്ഥർ പലതരത്തിലുള്ള ചുമതലകളിൽ വന്നു. ഈ ഉദ്യോഗസ്ഥൻ തന്നെ SP അടക്കമുള്ള ചാർജുകളിൽ പ്രവർത്തിച്ചു. ഒടുവിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ 18 കൊല്ലം പ്രവർത്തിച്ചതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ കേരളത്തിന്റെ പോലീസ് മേധാവിയായി വരുമ്പോൾ അത്ഭുതമോ ആശ്ചര്യമോ ഉണ്ടോ? അതിൽ വിമർശനാത്മകമായി എന്തെങ്കിലും ഉണ്ടോ? 2 കാര്യങ്ങളാണ്. ഒന്ന്, കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട സംഭവത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി വാദോരാതെ സംസാരിച്ചപ്പോൾ അവിടെ ഒരിടത്തും തന്നെ MB രാഘവൻ CMB MB രാഘവൻ എന്ന പദം മനഃപൂർവ്വം ഒഴിവാക്കി കളഞ്ഞതോ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞതോ ആണ്. നിങ്ങൾ പറയേണ്ടത് എന്താണ്? ഒരു ബാങ്കിൻ്റെ ഈവനിങ് ശാഖ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്ന അന്നത്തെ UDF-ന്റെ മന്ത്രി MB രാഘവനെ 2000-ഓളം പേർ ചേർന്ന് തടഞ്ഞു വെക്കുകയും പ്രകോപനപരമായി മുദ്രാവാക്യം വിളിക്കുകയും അത് പിന്നീട് പോലീസ് സംഘർഷത്തിലേക്ക് പോവുകയും പോലീസിനെ വേട്ടയാടാൻ ശ്രമിക്കുകയും മന്ത്രിയുടെ ജീവന് തന്നെ അപകടകരമായ രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ വെടിവെപ്പ് നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് കേസ്. ആ കേസുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നു. ഞാൻ പറഞ്ഞുതരാം. അതായത് മന്ത്രി കണ്ണൂർ എത്തിയപ്പോൾ തന്നെ കൂത്തുപറമ്പിലേക്ക് പോകരുത് എന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കൂത്തുപറമ്പിലേക്ക് മന്ത്രി പോയാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ അവിടെ ചെല്ലും അതിനുശേഷം ഉണ്ടായ സംഭവമാണ്. ഒരു പോലീസ് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ പോകേണ്ടിരിക്കേണ്ട കാര്യം എന്താണ്? ഒരു മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയെ സംബന്ധിച്ചും ഒരു മന്ത്രിയുടെ പ്രവർത്തന മണ്ഡലത്തിലെയും അദ്ദേഹത്തിന്റെ കാര്യശേഷിയെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ പ്രയാണത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന് തീരുമാനമെടുക്കാനുള്ള അവകാശം ഈ ജനാധിപത്യ രാജ്യത്തില്ലേ? തടയാൻ ഇവർക്ക് എന്ത് അവകാശമാണുള്ളത്? ഇവിടുത്തെ പ്രശ്നം എന്താണ്? 2000-ഓളം DYFI പ്രവർത്തകന്മാരെ കൊണ്ടുവന്ന് നിർത്തി പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചു അവരെ കെണിയിൽ വീഴ്ത്തുകയായിരുന്നു. ഞാൻ ആ മരിച്ച ഒരാളെയും ഞാൻ അവരെ അബ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മരിച്ചവരാണ്, അവരുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടവരാണ്. അതിലേറെ പ്രയാസപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? 2 കാര്യങ്ങളാണ് അതിനകത്ത് ഞാൻ എൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെ ഒരു സ്വകാര്യ മൂലധനത്തോടു കൂടി ഒരു കോളേജുകൾ വരുന്നതിനെതിരായി ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ സംസ്ഥാന സർക്കാരുമായിട്ട് പങ്കാളിത്തത്തോടു കൂടി ഒരു സ്വാശ്രയ സഹകരണ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജ് വരുന്നതിനെതിരായി അല്ലെങ്കിൽ സഹകരണ മേഖലയിലെ മെഡിക്കൽ കോളേജുകളിലെ സീറ്റ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം ഉന്നയിക്കപ്പെട്ടാൽ അത് സ്വാശ്രയ വിദ്യാഭ്യാസമാണ്, കച്ചവടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രക്ഷോഭം നയിച്ച SFI മാപ്പ് പറയണം. എന്താ പറയേണ്ട കാര്യം? ഒന്നാമത്തെ സംഭവം, ഈ സംഭവങ്ങൾക്കെല്ലാം നിദാനമായ MV രാഘവൻ എന്ന് പറയുന്ന ആളിനെയും അദ്ദേഹത്തിൻ്റെ മകനെയും നിങ്ങളുടെ പാർട്ടി അവസാന കാലഘട്ടങ്ങളിൽ 2 കൈയും നീട്ട് സ്വീകരിച്ചു. അത് ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ പാർട്ടി ഓഫീസ് എം വി ജയരാജൻ നേതൃത്വത്തിൽ പിടിച്ചെടുത്ത് വെച്ചു. ആ പാർട്ടിയുടെ പകുതി ഭാഗം നിങ്ങളിലേക്ക് വിഴുങ്ങിയെടുത്തു. ആ എം വി രാഘവന്റെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തെ തന്നെയും നിങ്ങൾ തട്ടിയെടുത്തു. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് കൂത്തുപറമ്പ് വെടിവെപ്പിനെ കുറിച്ച് പറഞ്ഞാൽ പുഷ്പന്റെ ആത്മാവ് പോലും മറുപടി പറയും. നിങ്ങൾക്കറിയാം, ഉന്നത വിദ്യാഭ്യാസ കൗൺസിലുമായി ബന്ധപ്പെട്ട് വന്നയാളിന്റെ ചെകിട അടിച്ച് പൊട്ടിച്ചു. എന്നിട്ട് ഇപ്പോൾ വിദേശ സർവകലാശാലകളാകാം, വിദേശ സർവകലാശാലകളുടെ ഫ്രാഞ്ചൈസി ആകാം, സ്വാശ്രയ കോളേജുകളാകാം, സ്വാശ്രയ കോളേജുകൾക്ക് കീഴിൽ ട്രസ്റ്റുകളാകാം, മാനേജ്മെന്റ് കോട്ടകൾ സർക്കാരിന്റെ കോട്ടകളിൽ നിന്ന് എക്സസ് വന്നാൽ മാനേജ്മെന്റ് കോട്ടയിലേക്ക് മാറാം. എന്തെല്ലാം തരത്തിലാണ് നിങ്ങളുടെ നയം മാറിയത്? എങ്ങനെയാണ് SFIക്ക് ഇങ്ങനെ മാറാൻ പറ്റുക? ഇന്ന് നിങ്ങൾക്കിപ്പോൾ സമരമില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, പിന്നെ പ്രതിഷേധിക്കുന്നവരെ വെടിവെച്ച് കൊല്ലാമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ദ ക്വസ്റ്റ്യൻ അറൈസ് ബൈ ഹിം. എന്താണ് പ്രശ്നം ഇവിടുത്തെ? അപ്പോൾ തിരിച്ചൊരു ചോദ്യം, ഇതേ കണ്ണൂരിന് തൊട്ടടുത്താണ് മാടായി. നിങ്ങൾ മാടൻ എന്നാണ് ശ്രീ എം വി രാഘവനെ കുറിച്ച് പറഞ്ഞിരുന്നത്. ആ മാടായിയിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുടെ ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ചവർക്കെതിരായി നിങ്ങൾ അഴിച്ചുവിട്ട അക്രമമോ? നിങ്ങളുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കപ്പെട്ട, കരിങ്കൊടി കാണിക്കപ്പെടുന്ന പ്രവർത്തകന്റെ തലയ്ക്ക് അടിച്ചതിന് ശേഷം ജീവൻ രക്ഷാ പ്രവർത്തനമാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സമരത്തോട് പുച്ഛഭാവം കാണിച്ച മുഖ്യമന്ത്രിക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഓശാനവാടി SFI നേതാവിന് എങ്ങനെയാണ് ഈ ഫ്ലോറിൽ വന്നിരുന്നിട്ട് സമരമായിരുന്നു എന്ന് പറയാൻ? എന്നാണ് നിങ്ങൾക്ക് ഇത്ര സമരത്തോട് ഇത്ര പുച്ഛമുണ്ടായത്? ശരി, ഇനി അതാണ് രണ്ടാമത്തെ വിഷൻ. മൂന്നാമത്തെ വിഷൻ എന്താണ്? രവത ചന്ദ്രശേഖരനെ നിങ്ങൾ കൊടുക്കാൻ നോക്കിയില്ലേ എന്നുള്ളതാണ്. നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം സഖാവ് VK നായരുടെ കാലഘട്ടത്തിൽ നിങ്ങൾ സ്വകാര്യ അന്യായം കൊടുത്തിട്ട് കേസെടുക്കാൻ ശ്രമിച്ചില്ലേ? അതിനുശേഷം ആ കേസിനെതിരായി ഹൈക്കോടതി പോയപ്പോൾ നിങ്ങൾ ശ്രീ ജസ്റ്റിസ് പത്മനാഭൻ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തില്ലേ? കേസെടുത്തപ്പോൾ പ്രോസിക്യൂഷൻ അനുവാദം വാങ്ങാതെ കേസെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി തള്ളിയില്ലേ? ഹക്കീം ബത്തേരിയുടെ കേസും ഈ രവജ ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവരുടെ FIR-ഉം ഹൈക്കോടതി കോഷ് ചെയ്തില്ലേ? നിങ്ങൾ എം വി രാഘവനെതിരായി നിങ്ങൾ സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്തില്ലേ? സുപ്രീം കോടതി ആ കേസ് ഒന്നാകെ സ്റ്റേ ചെയ്ത് മാറ്റിയില്ലേ? ഇതൊക്കെ ചരിത്രത്തിന്റെ താളുകളിൽ പഠിച്ചിട്ട് പറയുകയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് രവത ചന്ദ്രശേഖർ, എന്തുകൊണ്ട് നിങ്ങൾ യോഗേഷ് ഗുപ്ത എടുത്തില്ല? അതാണ് ഞാൻ നിങ്ങളുടെ ചർച്ചയ്ക്ക് വെക്കാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം. യോഗേഷ് ഗുപ്ത എടുത്താൽ നിങ്ങളുടെ PP ദിവ്യയും കുടുംബവും കൊടുക്കും. കാർട്ടക്സ് കമ്പനിയുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകൾ പൊങ്ങും. അതിന്റെ ഓഹരി ഷെയറിനെ സംബന്ധിച്ച് KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമ്മാസ് കൊടുത്ത പരാതിയിൽ യോഗേഷ് ഗുപ്ത വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാൻ ഫയൽ എടുത്തു എന്ന ഒറ്റ കാരണത്താലല്ലേ അദ്ദേഹത്തെ മാറ്റിയിട്ട് ഒരു പാനലിൽ പോലും അംഗമല്ലാതിരുന്ന RSSകാരനായ RSSന്റെ ഇപ്പോഴത്തെ ഹെഡ് ഗേവാർ ശ്രീ ആരാണ് അദ്ദേഹത്തിന്റെ പേര്? ഹൊസബലെ, ദത്താത്രേയ ഹൊസബലയെ തൃശ്ശൂർ പോയി കണ്ട് അനുവാദം വാങ്ങിയ രാംമാധവന്റെ മുമ്പിൽ മുട്ടിട്ട് വീണ ADGP MR അജിത് കുമാറിനെ DGP ആക്കാൻ പാനലിന് പുറത്തുള്ള 12 സ്റ്റേറ്റുകളെ പോലെ കേരളവും ആവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി നോക്കി? MR അജിത് കുമാറിനെ പ്രതിഷ്ഠിക്കാൻ നിങ്ങൾ സുപ്രീം കോടതിയുടെ അഭിഭാഷകരെടുത്ത് നിങ്ങൾ നിയമോപദേശം തേടിയല്ലോ, നിങ്ങൾ AGയോട് നിയമോപദേശം തേടിയല്ലോ. അപ്പോൾ പറഞ്ഞു അത് ശരിയല്ല, അതിനകത്ത് ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ഒപ്പീനിയൻ അവഗണിച്ചു കൊണ്ടുപോയാൽ അത് ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം നടക്കുമെന്ന് കണ്ടത് കൊണ്ടല്ലേ നിങ്ങൾക്ക് MR അജിത് കുമാറിനെ മാറ്റാൻ പറ്റാതെ വന്നത്? ഒത്ത തികഞ്ഞ RSSകാരനായ RSS ബന്ധമുണ്ടെന്ന് പരസ്യമായി സമ്മതിച്ച പിണറായി വിജയന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് RSSുമായി ചേർന്ന് പൂരം കലക്കിയെന്ന ആരോപണം നേരിടുന്ന DGP കഴിഞ്ഞയാഴ്ച ദർബേഷ് സാഹിബ് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച കൊടുത്ത റിപ്പോർട്ട് പ്രകാരം പൂരം കലക്കുകയായിരുന്നു. ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയപ്പെടുന്ന ആളിനെ DGP ആക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട അവസാനം നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിക്ക് അവസാനം ഇദ്ദേഹത്തിന്റെ പേര് അംഗീകരിക്കേണ്ടി വന്നു. സംഭവം ശരി, അജിത് കുമാറിനെ DGP ആക്കാൻ ശ്രമിച്ചോ എന്ന വിഷയത്തിലേക്ക് ഞാൻ എന്തായാലും വരാം. BJPയുടെ അവസരമാണ്. അപ്പോൾ പറഞ്ഞു പോകുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ തലപ്പാടി അതിർത്തി കടന്നാൽ അപ്പുറത്ത് കർണാടകയിലും DGPയുടെ ചുമതല അല്ലെങ്കിൽ DGPയുടെ കാലാവധി ഇന്ന് കഴിഞ്ഞതാണ്. അവിടെ പുതിയ DGP വന്നിട്ടില്ല എന്ന് മാത്രമല്ല UPSCക്ക് പട്ടികയും കൊടുത്തിട്ടില്ല. കർണാടകയിൽ ഇതാ കേരളത്തിന്റെ അതേ ദിവസമാണ് DGPയുടെ ചുമതല അവസാനിച്ചത്. ശരി, ഓക്കെ, അവിടെ ഇതുപോലും നടന്നിട്ടില്ല എന്ന് സൂചിപ്പിച്ചാണ്. ശ്രീ ശങ്കുട്ടി ദാസ്, കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയിരുന്ന ഇന്റലിജൻസ് വിഭാഗത്തിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന 18 കൊല്ലമായി കേരളത്തിൽ ഇല്ലാതിരുന്ന റവാഡ ചന്ദ്രശേഖർ, അദ്ദേഹം ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് പറന്നിറങ്ങുന്നു. അദ്ദേഹം നാളെ തന്നെ ചുമതല ഏറ്റെടുക്കുന്നു. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. റവാഡ ചന്ദ്രശേഖർ കേരളത്തിന്റെ പോലീസ് മേധാവിയായി വരുമ്പോൾ എന്ത് സംഭവിക്കും? എന്ത് തോന്നുന്നു താങ്കൾക്ക്?
നോക്കൂ, അക്കാര്യത്തിൽ BJPക്ക് ഒരു അനുകൂലാഭിപ്രായമോ എതിരഭിപ്രായമോ ഒന്നുമില്ല. അതൊരു സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമം എന്നുള്ള രീതിയിൽ മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. രവാഡ ചന്ദ്രശേഖർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അദ്ദേഹം 2008 മുതൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്നു. നിലവിൽ ഇപ്പോൾ അദ്ദേഹം ഇൻ്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെയുമല്ല, ഈ വർഷം തന്നെ സെക്രട്ടറി ഓൺ സെക്യൂരിറ്റി എന്ന് പറയുന്ന റാങ്കിലേക്ക്, കുറെ കൂടി കവറ്റഡ് ആയിട്ടുള്ള, കുറെ കൂടി പവർഫുൾ ആയിട്ടുള്ള റാങ്കിലേക്ക് അദ്ദേഹം പരിഗണിക്കപ്പെട്ടിരുന്നു. മലയാളി കേഡർ ഉദ്യോഗസ്ഥൻ തന്നെ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് സെക്രട്ടറി റാങ്കിലേക്ക്, സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട സെക്രട്ടറി റാങ്കിലേക്ക് അദ്ദേഹം പരിഗണിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ആ റാങ്കിൽ അദ്ദേഹത്തിന് ഒരു വർഷം മാത്രമേ തുടരാൻ സാധിക്കുകയുള്ളൂ. അതിന് കഴിഞ്ഞ എക്സ്റ്റൻഷൻ കിട്ടില്ല. അതേസമയം സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ DGPക്ക് 2 വർഷത്തെ എൻഷോർഡ് ടേം ഉള്ളതുകൊണ്ട് DGP സ്ഥാനം ഏറ്റെടുത്താൽ അദ്ദേഹത്തിന് 2 വർഷത്തേക്ക് സർവീസ്, 1 വർഷത്തെ എക്സ്റ്റൻഷൻ കിട്ടുമെന്ന് സൗകര്യം മുതലാക്കിയിട്ടായിരിക്കാം കുറെ കൂടി മെച്ചപ്പെട്ട അവസരം ഡൽഹിയിലുള്ളത് വേണ്ടെന്ന് വെച്ച് അദ്ദേഹം DGP സ്ഥാനം ഏറ്റെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കുമ്പോൾ തലശ്ശേരി സംഭവം അതൊരു സാധാരണഗതിയിൽ ഒരു പോലീസ് ആക്ഷനാണ്. ഒരു മന്ത്രിയെ തടയാൻ ശ്രമിച്ചിട്ടുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വെടിവെക്കൽ നടത്തിയിട്ടുള്ള സംഭവമാണ്. അന്ന് അവിടുത്തെ തലശ്ശേരിയിലെ ASP ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നുള്ള വസ്തുതയാണ്. അതിനുശേഷം മലപ്പുറം, വയനാട്, പാലക്കാട് റൂറൽ, അതേപോലെ തന്നെ തൃശ്ശൂർ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം SP ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സമയത്തൊന്നും അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും പരാതികളോ ആക്ഷേപങ്ങളോ ഉണ്ടായതായി കേട്ടിട്ടില്ല. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് കമ്മീഷണറായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം തൃശ്ശൂരിലും അതേപോലെ തന്നെ കോഴിക്കോടും അദ്ദേഹം DIG റാങ്കിൽ, റേഞ്ച് DIG ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം 2008 കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകുന്നത്. വളരെ ഉയർന്ന പദവിയിൽ കേന്ദ്രത്തിൽ ഘട്ടം ഘട്ടമായിട്ട് ഉയർച്ചയിലൂടെ സ്പെഷ്യൽ സെക്രട്ടറി. ആർക്കും തർക്കമില്ല. അതിൽ ഒരു സംശയം ചോദിച്ചോട്ടെ, അഭിപ്രായ വ്യത്യാസം ഇല്ല. ഇല്ല, അല്ല, അദ്ദേഹത്തിന് അതിലിപ്പോ നോക്കൂ, ഇപ്പോ അദ്ദേഹം ഈ ക്യാബിനറ്റ് സെക്യൂരിറ്റീസിന്റെ സെക്രട്ടറി ചുമതലയിലേക്ക് വരുമ്പോൾ SPG അടക്കമുള്ള വിഭാഗങ്ങളുടെ ചുമതല സത്യത്തിൽ ഒരു വലിയ, എന്താ പറയാ, വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. അപ്പോൾ അത് വേണ്ട എന്ന് വെച്ചാൽ അദ്ദേഹം ഇങ്ങോട്ട് താല്പര്യപ്പെട്ടു. കേരളം അങ്ങോട്ട് ചോദിച്ചിരുന്നു, നിങ്ങൾ ഒഴിവാവാൻ വല്ല സാധ്യതയും ഉണ്ടോ, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ ഞങ്ങൾ വേറെ ആളെ വെക്കാം എന്നുള്ള മട്ടിൽ. പക്ഷേ കേരളത്തിലേക്ക് വരാനായിരുന്നു അദ്ദേഹം ഇൻട്രസ്റ്റഡ് ആയിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു കാരണവശാലും ഞാൻ ഒഴിവാവുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചാണ് അദ്ദേഹം കേരളത്തിന്റെ പോലീസ് മേധാവിയായി വരുന്നത്. അപ്പൊ കേന്ദ്രത്തിലെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് ഒഴിവാക്കി കേരളത്തിന്റെ പോലീസ് മേധാവി ആവാൻ എന്തായിരിക്കും കാരണം? അല്ല, അതാണ് ഞാൻ എൻ്റെ ഒഴുത്തിൽ ഞാൻ പറഞ്ഞത്. നോക്കൂ, അദ്ദേഹത്തിന് അടുത്ത വർഷം റിട്ടയർമെന്റ് ആണ്. അദ്ദേഹം 91 ബാച്ച് IPS ഓഫീസറാണ്. അദ്ദേഹം 2026 റിട്ടയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ കേന്ദ്രത്തിലുള്ള ഈ പറയുന്ന സെക്യൂരിറ്റിയുടെ സെക്രട്ടറി റാങ്ക് അദ്ദേഹം ഏറ്റെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 2026 തന്നെ അദ്ദേഹത്തിന്റെ സർവീസ് കഴിയും. അവിടെ സെക്രട്ടറിക്ക് ഈ പറയുന്ന സർവീസ് കാലാവധി നീട്ടിക്കൊടുക്കുന്ന രീതിയില്ല, അദ്ദേഹത്തിന് എക്സ്റ്റൻഷൻ കിട്ടാനുള്ള സാധ്യതയില്ല. എന്നാൽ സംസ്ഥാന DGPയുടെ കാര്യത്തിൽ 2 മാനദണ്ഡങ്ങൾ. നമ്മൾ സംസ്ഥാനത്ത് DGPയെ നിയമിക്കുന്ന 2006 പ്രകാശ് സിംഗ് കേസിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. 6 മാസത്തിൽ കുറവ് ടെന്യൂറുള്ള ആളെ നിർദ്ദേശിക്കരുതുണ്ട്. നിർദ്ദേശിക്കപ്പെട്ട ആൾക്ക് 2 വർഷത്തെ എൻഷുർഡ് ടെന്യൂർ കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് 1 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ സർവീസ് കാലാവധി കഴിഞ്ഞാലും സുപ്രീം കോടതി ഉറപ്പ് കൊടുത്തിട്ടുള്ള 2 വർഷത്തെ എൻഷുർഡ് ടെന്യൂർ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് 1 വർഷം കൂടി എക്സ്റ്റൻഷൻ കിട്ടും. അദ്ദേഹത്തിന്റെ സാലറി ആണെങ്കിലും പെൻഷൻ ആണെങ്കിലും അദ്ദേഹത്തിന്റെ മറ്റ് പെർക്സ് ആൻഡ് പ്രിവിലേജസ് ആണെങ്കിലും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റേതെങ്കിലും വിഭാഗത്തിലേക്ക് റീഅപ്പോയിന്റ്മെന്റിനുള്ള ചാൻസസ് ആണെങ്കിലും അതെല്ലാം വർദ്ധിക്കാനാണ് സാധ്യത. അപ്പോൾ അദ്ദേഹത്തിന്റെ കരിയർ 2 വശത്തെ എടുത്ത് നോക്കി ഈ ഡൽഹിയിലെ ഓപ്പർച്യൂണിറ്റി ആണോ കേരളത്തിലെ ഓപ്പർച്യൂണിറ്റി ആണോ നല്ലത്, അദ്ദേഹത്തിന് കരിയർ വൈസ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ കേരളത്തിലെ DGP സ്ഥാനമാണ്, സ്റ്റേറ്റ് പോലീസ് ചീഫ് ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അത് എടുത്തത്. തന്നെയല്ല, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് വന്ന് മുഖ്യമന്ത്രിയെയും അതേപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ നേരിട്ട് കണ്ടിരുന്നു. താൻ ഈ പദവിയിലേക്ക് വരാൻ തൽപരനാണ്, അതുകൊണ്ട് തന്റെ പേര് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം, ഒരു കാരണവശാലും ഒഴിവാക്കരുത്. കാരണം 2 പേരുടെ കാര്യത്തിലും സംസ്ഥാന സർക്കാരിന് എതിർപ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നിതിൻ ഗുപ്തയുടെ കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന യോഗേഷ് ഇദ്ദേഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ എതിർപ്പുണ്ടായിരുന്നു. താരതമ്യേന എതിർപ്പില്ലാത്ത ആൾ ഇദ്ദേഹമായിരുന്നു. ഈ പറയുന്ന കൂത്തുപറമ്പ് വെടിവെപ്പ് എന്ന് പറയുന്ന സംഭവം മാറ്റി നിർത്തിയാൽ കൂത്തുപറമ്പ് വെടിവെപ്പ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാഷ്ട്രീയമായി നോക്കിയാൽ അതൊരു ഹിസ്റ്ററി ടേക്സ് എ ഫുൾ സർക്കിൾ എന്ന് പറയുന്ന പോലെ ഒരു മുഴുവൻ ചക്രം കഴിഞ്ഞു. കൂത്തുപറമ്പിൽ സ്വാശ്രയ കോളേജുകൾ അനുവദിക്കുന്നതിനെതിരാണ് സമരം നടത്തിയത്. ആ സമരം നടത്തി 5 പേര് മരിച്ചു, 6 പേര് രക്തസാക്ഷി പരിക്കുകളേറ്റു, അതിലൊരാൾ ജീവിക്കുന്ന രക്തസാക്ഷിയായി. അതിനുശേഷം 2000കളിലേക്ക് വന്നപ്പോൾ തന്നെ പാർട്ടിയുടെ കാര്യത്തിലുള്ള നിലപാട് മാറി. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൾ തന്നെ
തന്നെ ഒരു സ്വാശ്രയ കോളേജിൽ പോയിട്ട് വിദ്യാഭ്യാസം നേടുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഈ സ്വാശ്രയ കോളേജുകൾക്കെതിരെയുള്ള വിമർശനം മാറ്റിയിട്ട് പ്രൈവറ്റ് ആൻഡ് ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്കെതിരെയുള്ള വിമർശനം, വിദേശ സർവകലാശാലകൾക്കെതിരെയുള്ള വിമർശനത്തിലേക്ക് തിരിഞ്ഞു. അതിനുശേഷം ഈ കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവിട്ട എം വി രാഘവനെ തന്നെ ചരിത്രത്തിന്റെ ഏടിലെ ധീരോദാത്തമായിട്ടുള്ള ഒരു അധ്യായം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിക്കുന്ന സാഹചര്യം വന്നു. അദ്ദേഹത്തിന്റെ മകന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് കൊടുക്കുന്ന സാഹചര്യം വന്നു. 1389 വോട്ടിന് ഇ.പി. ജയരാജനെ ഏത് മണ്ഡലത്തിലാണോ ശ്രീ രാഘവൻ തോൽപ്പിക്കുന്നത്, രാഘവൻ നനഞ്ഞ പടക്കമാവും എന്ന് പറഞ്ഞ് EMSന് മുഖമടച്ച് മറുപടി കൊടുത്തുകൊണ്ട് രാഘവൻ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കുന്ന അതേ അഴീക്കോട് മണ്ഡലത്തിൽ രാഘവന്റെ മകനായിട്ടുള്ള നികേഷ് കുമാറിനെ CPI മത്സരിപ്പിക്കുന്ന സാഹചര്യം വന്നു. അതിനുശേഷം 2024 ഇപ്പോൾ ബാലഗോപാൽ വിദേശ സർവകലാശാലകൾ കേരളത്തിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ല് അവതരിപ്പിച്ചു. അപ്പോൾ കൂത്തുപറമ്പ് രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നിലപാട് അന്നത്തെ വെടിവെപ്പ് നടത്തിയിട്ടുള്ള ആളുകൾക്ക് അനുകൂലമാണ്. അന്നത്തെ വെടിവെപ്പിലെ രക്തസാക്ഷികളുടെ അതിനെ എന്നേ സർക്കാരും അല്ലെങ്കിൽ ഈ പാർട്ടിയും മറന്നു കളഞ്ഞു എന്നുള്ളതാണ്. നോക്കൂ, സഖാവ് സക്കീറിന്റെ കൊലപാതകികളായിട്ടുള്ള പ്രസ്ഥാനവുമായിട്ട് 2009 മുതൽ CPM ധാരണയിലാണ്. PDP എന്ന് പറയുന്ന പ്രസ്ഥാനം ഇപ്പോഴും CPM-നൊപ്പമുണ്ട്. ഞാൻ തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലാണ് പഠിച്ചത്. ആ ലോ കോളേജിനെ സക്കീറിന്റെ കലാലയം, സക്കീറിന്റെ ഭൂമി എന്നൊക്കെയാണ് വിശേഷിപ്പിക്കാറുള്ളത്. സക്കീറിനെ കൊന്നത് PDP-കാരാണ്. അവരുമായിട്ട് 2009 മുതൽ ധാരണയുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞാലി വധക്കേസിലെ പ്രതിയായിരുന്ന ആളെ MLA പോലും അല്ലാതെ EK നായനാർ മന്ത്രിസഭയിൽ മന്ത്രിയാക്കിയുള്ള ചരിത്രമുണ്ട്. ഈ പറയുന്ന എം വി രാഘവന്റെ മകനെ അഴീക്കോട് മണ്ഡലത്തിൽ തന്നെ കൊണ്ടുപോയി മത്സരിപ്പിച്ചുള്ള ചരിത്രമുണ്ട്. അപ്പൊ ഈ പറയുന്ന സമരങ്ങളുടെ ഒന്നും പാരമ്പര്യം ഈ കാലഘട്ടത്തിൽ കൊണ്ടു നടക്കാൻ ഇവർക്ക് സാധിക്കില്ല. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണിതി മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ഓക്കെ. ശ്രീ ജെയ്ക് സി തോമസ്, ഇപ്പോ പലരും പറയുന്നത് നിതിൻ അഗർവാൾ ഞങ്ങൾ ഇടിച്ചിട്ടുണ്ട്, കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറിയെ ലോക്കപ്പിൽ ഇടിച്ച് ഭീകരമായി മർദ്ദിച്ച കേസുണ്ട്, അപ്പോൾ പുള്ളി ആണ് ഈ പട്ടികയിലുള്ള ഒന്നാമത്തെ ആള്. പിന്നെ യോഗേഷ് ഗുപ്ത വിജിലൻസിലിരുന്ന് സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാവുന്നതിന്റെ പരമാവധി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും ഒരാളെ ആക്കണ്ടേ എന്നുള്ള നിലയിൽ 3 പേരുണ്ട്, അതിൽ പിന്നെ നടുക്കുള്ള ആളെ ആക്കി എന്നുള്ള മട്ടിൽ പറയുന്നുണ്ട്. കേവലം അത് മാത്രമാണ്. ഇപ്പോൾ ഇതേ കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് CPM ഇതിനേക്കാൾ രൂക്ഷമായി എതിർത്ത ഒരാളാണ് രമൺ ശ്രീവാസ്തവ. കെ കരുണാകരന്റെ ഏറ്റവും പെറ്റായിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നു രമൺ ശ്രീവാസ്തവയല്ലേ ആദ്യത്തെ പോലീസ് അഡ്വൈസറായി പിന്നീട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോ വെച്ചത്. അപ്പോ ഉദ്യോഗസ്ഥരൊക്കെ ഇതൊക്കെ അതാത് കാലഘട്ടങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് വിമർശനം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിക്കും. അതൊക്കെ ആ കാലഘട്ടം കഴിഞ്ഞാൽ കഴിഞ്ഞു, അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു, ഇനിയിപ്പോ അതൊന്നും പ്രസക്തമല്ല എന്നൊരു രാഷ്ട്രീയ ലൈനായിരിക്കുമോ? അല്ല, ഒരിക്കലുമല്ല. ഞാൻ ആ ചോദ്യത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യാം. പക്ഷെ ദീർഘസമയം കോൺഗ്രസിന്റെ BJP-യുടെ പ്രതിനിധികൾ, ഇപ്പൊ വ്യക്തിപരമായി BJP-യുടെ പ്രതിനിധി DGP നിയമനത്തെ സംബന്ധിച്ച് സവിശേഷകരമായ ഒരു വിമർശനമൊന്നും ഉയർത്തിയില്ല എങ്കിൽ പോലും കൂത്തുപറമ്പ് സമരത്തെ സംബന്ധിച്ച് കോൺഗ്രസ് ഉന്നയിച്ച സ്വഭാവത്തോടു കൂടെയുള്ള ഏതാണ്ട് അതേ വിമർശനം, ഏതാണ്ട് പച്ചക്കള്ളം അല്ലെങ്കിൽ പരിപൂർണമായ ഒരു നുണ അദ്ദേഹം ആവർത്തിക്കുന്നതിന് ഈ സംവാദം സാക്ഷ്യം വഹിച്ചു. ആ കാര്യത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയും BJP-യുടെ പ്രതിനിധിയും ഏതാണ്ട് ഒരേ നാണയത്തിലുള്ള വിമർശനമാണ് കൂത്തുപറമ്പ് സമരത്തിന് നേർക്ക് അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നത്. വിശാലമായ അർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിന്റെ സ്വകാര്യവൽക്കരണത്തിനെതിരെയുള്ള സമരമായിരുന്നു എന്നത് വസ്തുതയാണ്. അത് യാഥാർത്ഥ്യമല്ല എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷെ സൂക്ഷ്മതയിൽ അതെന്തായിരുന്നു? ഇപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധിയും മറ്റു ചില ആളുകളും ഒക്കെ ചരിത്രത്തെ വക്രീകരിക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ചരിത്രത്തെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാൽ, നിങ്ങൾ മറച്ചു പിടിക്കുമ്പോൾ മറഞ്ഞു പോകുന്നതല്ലല്ലോ ചരിത്രത്തിലെ വസ്തുതകൾ എന്ന് പറയുന്നത്. എന്തിനെതിരെയായിരുന്നു കൂത്തുപറമ്പ് സമരം? ആ സമരത്തിലെ രക്തസാക്ഷിത്വം വിതാവിലായി പോയോ? ആ സമരത്തിൽ ഏൽക്കേണ്ട വന്ന മർദ്ദനവും ഒഴുകിപ്പടർന്ന ചോരത്തുള്ളികളും പാഴായിപ്പോയി എന്ന് ഏതെങ്കിലും ചരിത്രത്തെ വിലയിരുത്തുന്ന അന്ധത ബാധിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യന് വിലയിരുത്താൻ വേണ്ടി കഴിയുമോ? കോൺഗ്രസ് നേതാവ് പറയുമ്പോഴങ്ങ് പൊലിപ്പിച്ച് പറഞ്ഞുപോയി, പക്ഷെ സൂക്ഷ്മതയിലുള്ള കാര്യം പറഞ്ഞില്ല. എന്തായിരുന്നു കോൺഗ്രസ് നേതാവെ കൂത്തുപറമ്പ് സമരത്തിന് ആധാരമായ കാര്യം? അങ്ങ് മാപ്പ് പറയണമെന്ന് പറയുന്നു അല്ലെ? ആര്, SFI-യോ അല്ലെങ്കിൽ ഞങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളോ? ഞങ്ങൾ മാപ്പ് പറയണോ? മാപ്പ് പറയേണ്ടത് നിങ്ങളാണ്. ഇന്നയോളമുള്ള കേരള രാഷ്ട്രീയ ചരിത്രത്തിന്റെ ആദ്യമായി നിരായുധരായ ഒരു സംഘം ചെറുപ്പക്കാരികൾ മാന്യമായ പ്രതിഷേധം ഉയർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നിരായുധരായ ചെറുപ്പക്കാരുടെ സംഘത്തിന് നേരെ അവരെ വെടിവെച്ച് കൊന്നുകളയാൻ ഉത്തരവിട്ട 6 ചെറുപ്പക്കാരെ വെടിവെച്ച് കൊന്നുകളഞ്ഞ കൊലപാതക സംഘം കൂട്ടക്കൊല നടത്തിയ നിങ്ങൾ മാപ്പ് പറയണം. നിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ? അതിന്റെ രാഷ്ട്രീയ നേതൃത്വമായ കേരളത്തിലെ UDF, ആ കിരാതത്തിന് നേതൃത്വം നൽകിയ കേരളത്തിലെ കോൺഗ്രസ് ഇന്നയോളം ജനകീയ കോടതിയിൽ നിങ്ങൾക്ക് എത്ര തവണ തിരിച്ചടിയേറ്റിട്ടുണ്ട്? മാപ്പ് പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളുടെ മുഖമടച്ച പ്രകരം ജനകീയ കോടതിയിൽ കോൺഗ്രസിന് ഏറ്റുവാങ്ങേണ്ടതായി വന്നിട്ടുണ്ട്. പക്ഷെ സത്യസന്ധമായി ഉള്ളിൽ തട്ടി 6 ചെറുപ്പക്കാർ നിരായുധരായവരെ വെടിവെച്ച് കൊന്നുകളഞ്ഞതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പറയേണ്ടതായി വന്നിട്ടുണ്ടോ? അതുകൊണ്ട് മാപ്പിന്റെയും ഖേദത്തിന്റെയും അവകാശവാദം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഈ സമരത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ദയവീത് അങ്ങ് വരാൻ പാടില്ലായിരുന്നു. പിന്നെ സമരത്തിന് ആധാരമായ വിഷയം എന്താണ്? ഏതോ ചില ആളുകൾ സ്വാശ്രയ കോളേജിൽ പഠിച്ചു എന്നൊക്കെ പലരും പറയുന്നതായി കേട്ടോ. വിശാലമായ അർത്ഥത്തിൽ അത് ആയിരുന്നില്ലല്ലോ സമരം. എന്തായിരുന്നു സമരം?
PB സാനിറ്റോറിയത്തിൽ നിന്നും ഹഡ്കോയിൽ നിന്നും വായ്പയെടുത്ത് ഒരു ആശുപത്രി പണിയുന്നു, ഒരു മെഡിക്കൽ കോളേജ് പണിയാൻ വേണ്ടി ശ്രമം ഉണ്ടാകുന്നു. ആ സംഘത്തെയാകെ സർക്കാർ മുതൽ ഉപയോഗിച്ച് പണിയുന്ന ഒരു ആശുപത്രി ആതുരാലയ കേന്ദ്രത്തെയാകെ അന്നത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതാവായിരുന്ന കെ കരുണാകരന്റെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും തറവാട്ട് സ്വത്താക്കി മാറ്റുവാൻ സർക്കാർ മുതല് ജനങ്ങളുടെ വിയർപ്പ് കൊണ്ട് പണിയുന്ന പബ്ലിക് മുതല് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി തറവാട്ടിലെ സ്വത്താക്കാൻ വേണ്ടി അന്നത്തെ കോൺഗ്രസും UDF-ഉം ശ്രമിച്ചു. അതിനെതിരെ അതിശക്തമായ സമരം ഉയർന്നു വന്നു. അതായിരുന്നില്ലേ കൂത്തുപറമ്പ് സമരത്തിന്റെ ഏറ്റവും പ്രസക്തമായ വിഷയം? എന്നിട്ട് എവിടെ പോയി? ആ സൊസൈറ്റി UDF-ന്റെ നേതൃത്വത്തിലായിരുന്നു. അന്നത്തെ കുഞ്ഞാണ് പരിയാരം മെഡിക്കൽ കോളേജ്. ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരുടെ ജീവിതത്തിലെ ആതുരാലയത്തിന്റെ പ്രതീക്ഷാ നിർഭരമായ കേന്ദ്രമാണ്. ഒരു UDF സൊസൈറ്റിയുടെയും ഭാഗമല്ല, അതിന്ന് സർക്കാർ ആതുരാലയമാണ്. സമരം വെതാവിലായി പോയോ? പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് കേൾക്കുമ്പോൾ ചരിത്രത്തെ വിലയിരുത്തുന്ന ഏതു സാധാരണക്കാരനായ മലയാളിയും അഭിമാനത്തോടു കൂടെ ഓർമ്മിക്കും, ആ മെഡിക്കൽ കോളേജ് ഒരു കോൺഗ്രസ് നേതാവിന്റെ തറവാട്ട് സ്വത്താക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അതിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ വെടിവെച്ച് കൊലപ്പെടുത്തിയ ഞങ്ങളുടെ ധീരരായ 6 രക്തസാക്ഷികളെ കേരളം നന്ദിയോടുകൂടെ ഓർക്കും. അതിനോടുള്ള കടപ്പാടാണ് ഇന്ന് സർക്കാർ മേഖലയിൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ പരിവർത്തനം ചെയ്ത് നേടിയെടുത്ത പരിയാരം മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് ആ കഥയിലേക്ക് വിശാലമായി പോയാൽ ഒരു കോൺഗ്രസ് നേതാവിനും കേരളത്തിന്റെ മനസാക്ഷിക്ക് മുമ്പിൽ നിൽക്കാൻ കഴിയില്ല. അങ്ങത് മനസ്സിലാക്കണം. പിന്നെ BJP പ്രതിനിധി പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു അദ്ദേഹം അഴീക്കോട് മത്സരിച്ച് വിജയിച്ചു പോലും ഇല്ലേ. 95-ന് ശേഷം എന്താ ഉണ്ടായത്? പിന്നീട് നടക്കപ്പെട്ട നയനാർ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം സംഭവിച്ച തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് സ്വന്തം നാട്ടിൽ നിന്ന് ഒളിച്ചോടേണ്ടതായി വന്നു. ആറന്മുളയിൽ പോയി രാഷ്ട്രീയവയം നേടി. ആറന്മുളയിൽ പോയി രാഷ്ട്രീയവയം നേടിയ അന്നത്തെ നേതാവ് UDF-ന്റെ കിരാത രാഷ്ട്രീയത്തിന് താൽക്കാലികമായിട്ടെങ്കിലും നേതൃത്വം നൽകിയ ശ്രീ MV രാഘവന് അന്ന് പരാജയപ്പെടേണ്ടതായി വന്നു. സ്വന്തം നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി മത്സരിച്ചിട്ടും അവിടെ ജനകീയ കോടതിയിൽ തിരിച്ചടി നേരിടേണ്ടതായി വന്നു. അതല്ലേ ചരിത്രത്തിന്റെ ശരിയായ പുറത്താക്കിയതിനു ശേഷം അദ്ദേഹം അവിടെ അഴീക്കോട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച കാര്യമാണ്, EP ജയരാജനെ തോൽപ്പിച്ച കാര്യം. താങ്കൾ പറയുന്നത് 96-ൽ കടമ്മനിട്ട രാമകൃഷ്ണനോട് തോറ്റ കാര്യവും രണ്ട് കാര്യങ്ങളാണ്. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് കൂത്തുപറമ്പ് സമരത്തെ തുടർന്ന് കോൺഗ്രസ് പ്രതിനിധികളുടെ ആക്ഷേപം എന്തായിരുന്നു? അങ്ങ് അത് ശ്രദ്ധിച്ചില്ലേ? കോൺഗ്രസ് പ്രതിനിധി എന്നോട് ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചത് നിങ്ങൾ ഈ നേതാക്കന്മാരെ പിന്നീട് നിങ്ങൾ സ്വീകരിച്ചില്ലേ ഇത്യാദി കാര്യങ്ങളാണ്. ഈ UDF-ന്റെ ഭാഗമായി കിരാതത്തിന് നേതൃത്വം നൽകിയ ആൾക്ക് സ്വന്തം നാട് വിട്ട് പോകേണ്ടതായിട്ട് വന്നു. മാടായി മാടൻ എന്ന് ശ്രീ MVR-നെ വിളിച്ചത് ആരായിരുന്നു എന്നുള്ളത് കോൺഗ്രസ് പ്രതിനിധി ചരിത്രം അറിയാമെന്ന കോൺഗ്രസ് നേതാക്കന്മാർ ആഫീസിലുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, ആരാണ് ശ്രീ MVR-നെ മാടായി മാടൻ എന്ന് വിളിച്ചിട്ടുള്ളതെന്ന്. ആ നേതാവിന് സ്വന്തം ജില്ല ഒളിച്ചോടേണ്ടതായിട്ട് വന്നത് ഈ കിരാതത്തിന് നിങ്ങളുടെ കൂടെ നേതൃത്വം നൽകിയതിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ 2 വാചകം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബഹുമാനിയായി BJP-യുടെ പ്രതിനിധി പറയുന്നു ഇവർക്കൊക്കെ അങ്ങയുടെ ചോദ്യത്തിന്റെയും പ്രസക്തമായ ഒരു ഭാഗം അതായിരുന്നല്ലോ. അതായത് നിലമ്പൂരിൽ സഖാവ് കുഞ്ഞാലിയെ കൊലപ്പെടുത്തിയവർ പിന്നീട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ശ്രീ MV രാഘവന്റെ മകൻ ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നു. അങ്ങനെ രാഷ്ട്രീയത്തിൽ ഭാഗമായി ഇടതുപക്ഷത്തെ തകർക്കാനും കൊലപ്പെടുത്താനും ശ്രമിച്ച പലരെയും രാഷ്ട്രീയ അഭയം കൊടുത്ത് ഞങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്താണ്? അങ്ങ് കണ്ടിട്ടില്ലേ? അല്പ വർഷങ്ങൾക്ക് പുറകിലാണല്ലോ ഗുജറാത്ത് കലാപത്തിൽ ഏറ്റവും കൂടുതൽ നിശംസതയുടെ ഭാഗമായി നിന്നിരുന്ന ആളായിരുന്നില്ല അശോക് മോച്ചി. ആ അശോക് മോച്ചിയും കുത്തബ്ദീൻ അൻസാരിയും ഇവിടെ വന്ന് കൈകൾ കോർത്തു. കുത്തബ്ദീൻ അൻസാരി ആരായിരുന്നു? ഗുജറാത്ത് വംശഹത്യയുടെ ഇരകളുടെ പ്രതീകമാണ്. കൊലപാതക സംഘത്തിന്റെ പ്രതീകമായ അശോക് മോച്ചിയും ഇരകളുടെ പ്രതീകമായ കുത്തബ്ദീൻ അൻസാരിയും കേരളത്തിൽ വന്ന് കൈകൾ കോർത്തു. എന്തുകൊണ്ട് കൈകൾ കോർത്തു? കൊലപ്പെടുത്താൻ അശോക് മോച്ചിക്ക് പ്രേരണ നൽകിയത് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തിയ വർഗീയ രാഷ്ട്രീയമാണ്. ആ വർഗീയ രാഷ്ട്രീയത്തിന്റെ പതാക ഉപേക്ഷിച്ച് മതനിരപേക്ഷ ചേരിയിലേക്ക് വന്നപ്പോൾ കൊലപാതകയും ഇരകളും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർ കൈകൾ കോർത്തു. ആര്യാടനെ സ്ഥാനാർത്ഥിയാക്കി. അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഏത് അധമനായ കോൺഗ്രസ് നേതാവും ഏത് അധമനായ RSS-കാരനും മതനിരപേക്ഷ രാഷ്ട്രീയവും അന്തസ്സുള്ള ചേരിയും സ്വീകരിച്ച് ഞങ്ങളിലേക്ക് വന്നാൽ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടി കഴിയും. കാരണം എന്താണ്? കുഞ്ഞാലിയെ കൊലപ്പെടുത്താൻ ആര്യാടന് പ്രേരകമായത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്, ആര്യാടൻ എന്ന വ്യക്തിയല്ല. ആ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഉപേക്ഷിക്കാൻ ആര്യാടൻ തയ്യാറായപ്പോ കുഞ്ഞാലിയുടെ കൊലപാതകത്തിന് കാരണമായ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ആര്യാടനെ ഉപയോഗിച്ച് ഞങ്ങൾ തോൽപ്പിച്ചു. അതാണ് രാഷ്ട്രീയം, വ്യക്തികേന്ദ്രീകൃതമല്ല. അങ്ങനെയാണ് രാഷ്ട്രീയത്തെ വിലയിരുത്തേണ്ടത്. രാഷ്ട്രീയം ഉപേക്ഷിച്ച് വരട്ടെ.
ആന്റണി വിഭാഗം കോൺഗ്രസ് ആയിട്ടാണ് മത്സരിച്ചത്. കോൺഗ്രസ് ഒന്നും ഉപേക്ഷിച്ചില്ല. 2 കൊല്ലം കഴിഞ്ഞിട്ട് ആര്യാടൻ തിരികെ പോയി. അപ്പോൾ അതുവരെ മറ്റേ കോൺഗ്രസ് ആയിരുന്ന ടി കെ ഹംസ ഇപ്പുറത്ത് വരികയും ചെയ്തു. രാഷ്ട്രീയം ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലമാറട്ടെ എന്ന് പറയുന്ന പോലെയാണല്ലോ. ഇപ്പോഴല്ല, പണ്ടും അങ്ങനെ തന്നെയാണ്. ഇതൊന്നും വലിയ സവിശേഷമായ എന്താ പറയുക ചർച്ച അർഹിക്കുന്ന കാര്യം പോലും ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചർച്ച അടുത്ത ഘട്ടത്തിലേക്കാണ്. ശ്രീ BRM ഷഫീർ, സർക്കാരുകൾ മാറി മാറി വരും. ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ, അത് യൂണിഫോംഡ് സർവീസിലുള്ളവരായാലും മറ്റ് സർവീസിലുള്ള ആളുകളായാലും, അന്നന്ന് ഭരിക്കുന്ന ആളുകളുടെ താല്പര്യങ്ങൾ നടപ്പാക്കുക അല്ലെങ്കിൽ അവരുടെ ഉത്തരവുകൾ കേൾക്കുക എന്നുള്ളതിനപ്പുറത്ത് ബ്യൂറോക്രസിക്ക് സവിശേഷമായി സ്വന്തമായി ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ടിപ്പോൾ രവതാ ചന്ദ്രശേഖർ ആയാലും രമൺ ശ്രീവാസ്തവ ആയാലും അവരുടെ കപ്പാസിറ്റിയിൽ കുറ്റക്കാരാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്ന ചോദ്യം ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും പറയുന്നു വിദ്യാഭ്യാസ നയത്തിനെതിരെയുള്ള വമ്പിച്ച പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി എന്നുള്ളത്. അവിടെ MV രാഘവൻ പോയത് കൂത്തുപറമ്പ് അർബൻ സഹകരണ ബാങ്കിന്റെ കെട്ടിട ഉദ്ഘാടനം ചെയ്യാനാണ്. CPM-ഉം MV രാഘവനും തമ്മിൽ ഗോത്രീയ വൈരത്തിന്റെ അങ്ങേയറ്റം എന്നുള്ള നിലയിലുള്ള അങ്ങേയറ്റത്തെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പരിയാരം രാഘവന് സ്വന്തമാക്കാൻ അനുവദിക്കില്ല എന്ന നിലയിലായിരുന്നു അവിടെ കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് ഈ പരിയാരം സഹകരണ കോളേജിനെതിരെ വലിയ പ്രക്ഷോഭവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പാപ്പിനിശ്ശേരി സ്നേക്ക് പാർക്ക് വരെ ആക്രമിക്കപ്പെടുന്ന ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി രാഘവന്റെ അങ്ങേയറ്റത്തെ പിടിവാശി, അപ്പുറത്ത് CPM, ഈ നിലയിലുള്ള ആ തലക്കൽ നിന്ന 90കളിലെ സംഘർഷ അവസ്ഥയിലാണ് ഈ 94-ൽ 5 ജീവനുകൾ അവിടെ കൂത്തുപറമ്പിൽ പൊലിയുന്നത്. അത് ചരിത്രം ഇങ്ങോട്ട് 30 കൊല്ലം മുന്നോട്ട് പോയ സമയത്ത് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഈ സർക്കാരുകളുടെ നയപരമായ തീരുമാനങ്ങളൊക്കെ ഈ പറയുന്ന അതാത് സമയത്തെ മാസ് പ്രൊട്ടസ്റ്റുകളുടെ ഒരു ട്രിഗർ എന്നുള്ളതിനപ്പുറത്ത് പിന്നീട് നിങ്ങൾ വന്നപ്പോൾ അത് മാറ്റിയില്ലേ, ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ ആയില്ലേ എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നം കൂത്തുപറമ്പിൽ ഞങ്ങൾ എന്തെങ്കിലും തരത്തിൽ ട്രസ്റ്റ് രൂപീകരിച്ച് ഞങ്ങൾ എന്തെങ്കിലും സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടില്ല. ലീഡർ ശ്രീ കെ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരാൾ പോലും അദ്ദേഹത്തിന് ഇതിനകത്ത് അംഗത്വപ്പെടുത്തിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന ശ്രീ MV രാഘവൻ്റെ കുടുംബത്തിലെയും ആരെങ്കിലും ആ ട്രസ്റ്റിൽ അംഗമായിരുന്നില്ല. അവിടുത്തെ പൗരപ്രമുഖരായിട്ട് പിണറായി വിജയൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പൗരപ്രമുഖന്മാരും പിന്നെ പലതരത്തിലുള്ള ബിസിനസ് ശൃംഖലയിൽപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റും സ്വാശ്രയ മേഖലയും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു സംഭവമാണ് അവിടെ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചത്. അവിടെ കൃത്യമായി തന്നെ പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി അവിടുത്തെ ചെറുപ്പക്കാർ ബലി കൊടിക്കപ്പെട്ടു. ഇപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റി ആകാം എന്ന നിലപാടെടുത്തത് SFI പിന്നെ ആശാസ്പദമാണ്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലാകാം, നല്ല കാര്യം. വിദേശ സർവകലാശാലയാകാം, തീരുമാനം. 25 കൊല്ലത്തിന് ശേഷം ട്യൂബ് ലൈറ്റ് കത്തുന്നത് പോലെ പിന്നീടേ കത്തോളൂ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ 25 കൊല്ലം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തകർത്തവന്മാരാണ് നിങ്ങൾ. ഇവിടുത്തെ കുട്ടികൾ മുഴുവൻ ഇപ്പോൾ കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും അമേരിക്കയിലേക്കും ഇവിടെ നിന്ന് +2 കഴിഞ്ഞ ഉടനെ ഓടുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ നിങ്ങളുടെ ഒറ്റ സംഘടനയും നിങ്ങളുടെ കൊടിയുമാണ്. പഠിച്ചു വെച്ചോ. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലെ കുറിച്ച് ആലോചിക്കാൻ വരുന്നവൻ്റെ കരണത്തടിക്കുന്നതും ഒരു ഗവൺമെൻറ്റും സ്വാശ്രയ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി, ഒരു സ്വാശ്രയ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി, കണ്ണൂർ ജില്ലയിലെ കുറേ ആളുകൾ നഴ്സുമാരാവട്ടെ ഡോക്ടർമാരാവട്ടെ അവിടെയുള്ള ആളുകൾ മംഗലാപുരത്ത് പോയി ചികിത്സിക്കുന്നത് കണ്ണൂരാകട്ടെ എന്ന സതുദ്ദേശത്തോടു കൂടി ലീഡർ ശ്രീ കെ കരുണാകരൻ അദ്ദേഹം സ്വന്തം നിലയിൽ ഈ സംഭവ വികാസം കൊണ്ടുവരുമ്പോൾ അതിനെ എതിർത്ത് തോപ്പിച്ച് കരുണാകരനെ കിടത്തിക്കളയാമെന്ന് വിചാരിച്ചല്ലോ നിങ്ങൾ മുമ്പിൽ പിണറായി വിജയൻ നിങ്ങളുടെ MV പിന്നെ ജയരാജനും കൂടി 40 ദിവസം സകലമാന വഴികളും അടച്ചുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം നടത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞല്ലോ. പുറകിൽ തേക്കൻകാട് മൈതാനി അവിടുത്തെ പിന്നെ തോട്ടം മൊത്തം മുറിച്ചു മാറ്റി 1 മണിക്കൂർ കൊണ്ട് തൃശ്ശൂർ എന്ന ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങി AR ആന്തുലയുടെ മുമ്പ് നിർത്തിക്കൊണ്ട് കെ കരുണാകരൻ ഉദ്ഘാടനം ചെയ്ത് നിങ്ങളെ ഇളിഭ്യരാക്കിയതും ചരിത്രത്തിന്റെ ഭാഗമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു. പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പുറത്ത് നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കാൻ ഒരുപാട് ശ്രമിച്ചു. അതൊന്നും വിലപ്പെട്ടില്ല. MV രാഘവനെ കൊടുക്കാൻ ശ്രമിച്ചു, ഒന്നും നടന്നില്ല. എല്ലാം കോടതിയിൽ നിന്ന് നിരാശ മാത്രമേ അതിനെക്കുറിച്ചുള്ളൂ. കൂത്തുപറമ്പിൽ നഷ്ടം നിങ്ങൾക്കാണ്, ചരിത്രം നിങ്ങൾക്കെതിരാണ്. SFIയുടെ മുദ്രാവാക്യം നഷ്ടപ്പെട്ടത് അവിടെയാണ്. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ സ്വാശ്രയ മേഖലയും സർക്കാർ മേഖലയും കൂടി തുടങ്ങുന്ന സംരംഭങ്ങൾക്ക് നിങ്ങൾ എതിരാണെങ്കിൽ നിങ്ങൾക്ക് വിഴിഞ്ഞത്തെ ടർഫ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലെ യോഗത്തിലേക്ക് കൊണ്ടുപോയി ഭാര്യയെയും മകളെയും ചെറുകുട്ടിയെയും ഇരുത്തിയ മുഖ്യമന്ത്രിയുടെ ആ വലിയ നാടകമുണ്ടല്ലോ, ആ കുടുംബ പുരാണം, ഒരു ട്രസ്റ്റാണെന്നുള്ള രീതിയിലുള്ള ആ ഒരു ഞാനും എൻ്റെ അപ്പനും പിന്നെ സാവിത്രിയും കൂടിയുള്ള ആ ട്രസ്റ്റ് എന്നുള്ള സങ്കല്പമുണ്ടല്ലോ. വിഴിഞ്ഞത്ത് ടർഫ് ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസം 12-ൽ പരം വരുന്ന IAS ഉദ്യോഗസ്ഥന്മാരുടെ ഉന്നതതല യോഗത്തിലേക്ക് ഭാര്യയെയും മകളെയും ചെറുകുട്ടിയെയും കൊണ്ടുവന്നിരുത്തിയ പിണറായി വിജയനോട് പറഞ്ഞാൽ മതി കേട്ടോ, ഞങ്ങളോട് വേണ്ട. ഇനി ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഞാൻ എന്തുകൊണ്ടാണ് രവതാ ചന്ദ്രശേഖരൻ വന്നു, യോഗേഷ് ഗുപ്ത വന്നില്ല? നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യം. സത്യത്തിൽ MR അജിത് കുമാർ എന്ന് പറയപ്പെടുന്ന RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, RSSന് വേണ്ടിയിട്ട് പോലീസിനകത്ത് സ്ലീപ്പർ സെല്ലുകൾ വളർത്തുന്ന, RSSന്റെ പല യോഗങ്ങളിലേക്കും SP DYSP തലത്തിലുള്ള നേതാക്കന്മാർ പിന്നെ ഉന്നത തലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഏറ്റവും അവസാനം തത്വമസി എന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കന്യാകുമാരിയിലെ ക്യാമ്പിൽ പങ്കെടുത്ത കാര്യം ഉൾപ്പെടെ
പുറത്തു വന്നിട്ട് മിണ്ടാതിരുന്ന, കുമരകത്ത് ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം നടക്കുന്നു എന്നറിഞ്ഞിട്ടും RSSന്റെ സ്ലീപ്പർ സെല്ലായി അവിടെ യോഗം നടക്കുന്നു എന്നറിഞ്ഞിട്ടും പ്രതികരിക്കാതിരുന്ന ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയന്റെ RSS വിധേയത്വം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. എന്തുകൊണ്ട് യോഗേഷ് ഗുപ്തയിലേക്ക് എത്തിയില്ല എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഞാൻ അതിനകത്ത് ഒരു കാര്യം നിങ്ങളുടെ പറഞ്ഞുതരാം. കാർട്ടൺ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന കമ്പനിക്ക് വേണ്ടി കോടികളുടെ കരാറാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീമതി PP ദിവ്യ നടത്തിയത്. അതിനകത്ത് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം നടന്നു. വിജിലൻസിന്റെ ഡയറക്ടറായിട്ട് യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന DGP ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എന്തായിരുന്നു അറിയോ? ആ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ അപകടം നിങ്ങൾ കൃത്യമായി മണത്തെടുത്തു എന്നുള്ളതാണ്. കാർട്ടൺ ഇന്ത്യ ഇന്ത്യ കമ്പനിക്ക് കോടികളുടെ കരാർ ജില്ലാ പഞ്ചായത്തിന് ഇത് കിട്ടുന്നു. വളരെ ശ്രദ്ധിച്ചു കേട്ടോ, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി മറുപടി പറഞ്ഞു. 2, ആ കമ്പനിയുടെ ഡയറക്ടറും ദിവ്യയുടെ ഭർത്താവും തമ്മിൽ ഒരു തരത്തിലുള്ള ബിസിനസ് ബന്ധമുണ്ടെന്ന് വരുന്നു. എന്നിട്ട് ഒരു പ്രത്യേക ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ കോടിക്കണക്കിന് രൂപയുടെ സ്ഥലം ഈ പറയപ്പെടുന്ന രണ്ടുപേരുടെയും പേരിൽ വാങ്ങി കൂട്ടിവെച്ചിട്ട് അതിനെ പ്രത്യേക തരത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ടോ സിൽക്ക് നിർമ്മിതി കേന്ദ്രം എന്ന നിലയിലൊക്കെ കോടികളുടെ കരാറുകൾ ഒരു പ്രത്യേക തരം കമ്പനിയിലേക്ക് മാറ്റുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ രേഖാപരമായി തന്നെ, ഞാൻ പേരുകൾ ഉൾപ്പെടെ പറയാം. KSUവിന്റെ ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമ്മാസ് കണ്ണൂർ, അദ്ദേഹം കൃത്യമായി തന്നെ രേഖകൾ, ഈ പറയപ്പെടുന്ന പ്രമാണങ്ങൾ, പ്രമാണത്തിന്റെ സിറോക്സുകൾ, കരാറുകൾ, കരാറിന്റെ കോപ്പികൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങൾ തട്ടിമാറ്റി എന്തുകൊണ്ട് യോഗേഷ് ഗുപ്ത ആക്കിയില്ല എന്നുള്ളതിന് കാരണം അദ്ദേഹത്തിന് കൊടുക്കുന്നു. അദ്ദേഹം ഒരു പ്രിലിമിനറി എൻക്വയറി നടത്താൻ പറയുന്നു. പ്രിലിമിനറി എൻക്വയറിയിൽ ഈ പറയപ്പെടുന്ന ആധികാരികമായ രേഖകളും റെക്കോർഡുകളും പരിശോധിക്കപ്പെടുമ്പോൾ PP ദിവ്യയുടെയോ അദ്ദേഹത്തിന്റെ ഭർത്താവിനും അപ്പുറം ഇതിന്റെ വളർച്ചയുടെ വേരുകൾ ചെന്നെത്തി നിൽക്കുന്നത് CPMന്റെ P ജയരാജനെ എതിർക്കുന്ന ഒരു 4-5 ഉന്നത നേതാക്കന്മാരുടെയും അവരുടെ മക്കളിലേക്കുമാണ് എന്ന് കൃത്യമായ വിവരം കിട്ടുന്നു. കുടുങ്ങുമെന്ന് ഉറപ്പുവരുത്തുമ്പോൾ യോഗേഷ് ഗുപ്തയോട് പറയുന്നു പ്രിലിമിനറി എൻക്വയറി നിർത്തിവെക്കാൻ. യോഗേഷ് ഗുപ്ത പറയുന്നു പരാതിയിൽ പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ട് കൊടുക്കാൻ പറയുന്നു. റിപ്പോർട്ട് അഗൈൻസ്റ്റ് ദിവ്യ ആൻഡ് ഫാമിലി. ദിവ്യയും PP ദിവ്യയും ഭർത്താവും ഈ പറയപ്പെടുന്ന സിൽക്ക് നിർമ്മിതി കേന്ദ്രത്തിന്റെ ആളുകളും ഈ പറയപ്പെടുന്ന കാർട്ടൺ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാരും ഉൾപ്പെടെയുള്ളവർ കുടുങ്ങിക്കിടക്കും എന്ന് ഉറപ്പ് വന്നപ്പോൾ, ജില്ലാ നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ ഈ വിജിലൻസ് കേസിൽ പ്രതിയാകപ്പെടും എന്ന് ഉറപ്പ് വന്നപ്പോൾ, നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ആ മിനിറ്റിൽ ഉത്തരവെടുത്ത യോഗേഷ് ഗുപ്ത കണ്ണിലെ കരടാകുന്നു കണ്ണൂരിലെ CPM നേതാക്കന്മാരുടെ. കണ്ണൂരിലെ CPM നേതാക്കന്മാർക്കെതിരെ, പ്രത്യേകിച്ചും PP ദിവ്യയുടെ കുടുംബത്തിനുമെതിരായി കേസെടുക്കുന്നു എന്ന് വന്ന ഘട്ടത്തിലാണ് ആദ്യമായി യോഗേഷ് ഗുപ്ത എന്ന് പറയപ്പെടുന്ന ഉന്നതനായ DGPക്കെതിരെ CPM വാളാകുന്നത്. അദ്ദേഹം ചെയ്ത ഉത്തരവിൽ ഉറച്ചു നിന്നു. ആ ഒറ്റ കാരണത്താലാണ് സീനിയോറിറ്റി മറികടന്നുകൊണ്ട് അവിടെ ആളിനെ വരുത്താൻ ശ്രമം നടത്തിയത്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? കള്ളത്തരവും കൊള്ളത്തരവും നടത്തി, ഭൂമി കച്ചവടം നടത്തി, ഈ ഭരണത്തിന്റെ തണലിൽ RDO ഉൾപ്പെടെയുള്ള ആളുകളെ കൊന്നു തള്ളാൻ വേണ്ടിയിട്ട് വാക്കുകൾ ഉപയോഗിച്ച് ആ കേസും അട്ടിമറിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ആഭ്യന്തര വകുപ്പ് വന്നു നിൽക്കുന്നതിന്റെ കാരണം അതാണ്. രണ്ടാമത്തെ കാര്യം ഒന്നുകൂടി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കൂ, വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് പോലീസിന്റെ അന്വേഷണം നടത്തി, ഇതുവരെയും ഉത്തരവ് പുറത്തു വന്നിട്ടില്ല. നിങ്ങൾ അതുപോലെ തന്നെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഒരു ജില്ലയിലെ ക്രൈമുകൾ കൂട്ടാൻ വേണ്ടി നടത്തിയ RSSനെ സന്തോഷിപ്പിക്കാനാണ്. ഒരു ജില്ലയിലെ ക്രൈം അത് 18,000-ന് മുകളിലേക്ക് കൂടി എന്ന് വരുത്താൻ നടത്തിയ ശ്രമങ്ങൾ. കണക്കുകൾ പരിശോധിക്കുമ്പോൾ വസ്തുതാപരമായി ശരിയല്ല ഷഫീർ. കേസുകൾ വന്നെന്നുള്ള കാര്യം, പെറ്റി കേസുകൾ ഉൾപ്പെടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത്തെ കാര്യം, ഏറ്റവും അവസാനം ശങ്കൂറ്റി ദാസിന്റെ നേതാവ് ശ്രീ സുരേന്ദ്രൻ, നിങ്ങൾക്കറിയാം പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ് ആക്ട് അനുസരിച്ച് അതിലെ പ്രതിപട്ടിക നിൽക്കുകയാണ് കോഴക്കേസ്. തെരഞ്ഞെടുപ്പിന് പൂക്കൂടയിൽ കോഴ കൈമാറിയുന്നുണ്ട്, അവരിന് കോഴ കൈമാറിയുന്ന കേസാണ്. 1 കൊല്ലത്തിനിടയിൽ കുറ്റപത്രം കൊടുത്തില്ല എങ്കിൽ, റെപ്രസെന്റേറ്റീവ് ആക്ട് അനുസരിച്ച് 1 കൊല്ലത്തിനിടയിൽ പോലീസ് കുറ്റപത്രം കോടതിയിൽ കൊടുത്തില്ല എങ്കിൽ പ്രതിയെ വെറുതെ വിടും എന്നുള്ള ഒറ്റ നിയമപരമായ സാങ്കേതികത്വത്തിന്റെ പുറത്ത് ജില്ലാ തലശ്ശേരിയിലെ കാസർഗോഡ് കോടതി അദ്ദേഹത്തെ ആരെ വെറുതെ വിട്ടു? സുരേന്ദ്രനെ വെറുതെ വിട്ടു. കുറ്റപത്രം കൊടുക്കാത്ത കാര്യം എന്താണ്? മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ്. രക്ഷപ്പെടുത്തിയത് ആരാണെന്നറിയുമോ? പിണറായി വിജയനും അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട RSSന്റെ സ്ലീപ്പർ സെല്ലുമാണ്. വിവാദമായപ്പോ അപ്പീൽ കൊടുക്കുമെന്ന് പറഞ്ഞു, ഇതുവരെയും കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ ആനി രാജ പറഞ്ഞതുപോലെ
നിങ്ങളുടെ തന്നെ കൂടെയുള്ള മാധ്യമപ്രവർത്തക കെ ഷാഹിന് എഴുതി തയ്യാറാക്കിയ ലെറ്റർ മുഖ്യമന്ത്രിക്ക് അയച്ചതുപോലെ കേരളത്തിലെ പോലീസ് RSS ആണ്. ശരി, കേരളത്തിലെ ADGP പോലീസ് RSS ആണ്. സംഘപരിവാർ RSS വൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണല്ലോ ഒരു ആക്ഷേപം. version അവതരിപ്പിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ശരി. RSSകാരനെ നിയമിക്കാൻ ശ്രമിച്ചതിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ ശരി, പിണറായി വിജയൻ. പക്ഷേ ഈ ക്രൈമിന്റെ റേറ്റ് നമുക്ക് വെബ്സൈറ്റിൽ പോയാൽ നോക്കാം. ഞാൻ എടുത്തു നോക്കി, ഒറ്റ ജില്ലയിലും ഇല്ലാത്ത ക്രൈം. അല്ലല്ല. പെറ്റി 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 പലയിടത്തും ഇപ്പൊ എറണാകുളം, തിരുവനന്തപുരത്തൊക്കെ 2 പോലീസ് ജില്ലകളുണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മലപ്പുറം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു കാര്യം ജില്ലയാണ്. പക്ഷേ ക്രൈം റേറ്റ് മലപ്പുറത്ത് ഞങ്ങൾ ഇതൊരു തർക്കത്തിന് വേണ്ടി മലപ്പുറത്തിന്റെ ഇരട്ടി ക്രൈമാണ് എറണാകുളത്ത്. എറണാകുളം റൂറലിലും അർബനിലും കൂടി ശേഷം ഒരു തർക്കത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വേണ്ടി മലബാറിലെ 5 ജില്ലകളിലെ കഴിഞ്ഞ 10 കൊല്ലത്തെ ക്രൈം റേറ്റുകൾ ഉയർന്നും താഴ്ന്നു വരും. അതിന്റെ ഒരു തോത് പരിശോധിച്ചപ്പോഴാണ് അതിനകത്തൊരു കൊച്ചു കള്ളക്കളി SP സുജിത് ദാസുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത്. അത് നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് ബാക്കി ഷഫീർ ഉന്നയിച്ച ആരോപണങ്ങളുടെ ഒന്നും വസ്തുത എനിക്കറിയില്ല. പക്ഷേ ഇവൻ നമ്മൾ ഈ അല്ല അത് ഒക്കെ പറയും, അത് ജയിക്ക് പറയും, എനിക്കറിയില്ല. KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമ്മാസിനെ വിളിച്ചാൽ ഇപ്പൊ മാതൃഭൂമി ലൈവായിട്ട് രേഖ കാണാം. അല്ല ഷഫീർ തന്നെ പറഞ്ഞല്ലോ. എന്തായാലും ദിവ്യ അക്കാര്യത്തിൽ മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും അത് വരട്ടെ, അന്വേഷിച്ച് കാര്യങ്ങൾ വെളിപ്പെടട്ടെ. മുഴുവൻ രേഖകൾ ഇപ്പോ ലൈവിൽ കൊണ്ടുവന്ന് PP ദിവ്യയും കുടുംബവും കാർട്ടൺ കമ്പനിയും ഇടപാടുകളും അതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ജില്ലാ പഞ്ചായത്തിന്റെ കോൺട്രാക്ടുകൾ എല്ലാം പുറത്തു വരും. ശരി, ഓക്കെ. ഞാൻ ഉന്നയിച്ച ആരോപണമല്ല. ശരി ശ്രീ യോഗേഷ് മനസ്സിലാക്കാനുള്ള കാരണമാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. ശരി, മനസ്സിലായി. ഇവിടെ ശ്രീ ശങ്കുട്ടിദാസ്, ഒന്ന് യോഗേഷ് ഗുപ്തയെ ക്രമസമാധാന ചുമതലയുള്ള DGP ആയി പോലീസ് മേധാവിയായി നിയമിക്കാൻ സർക്കാരിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തോട് തന്നെ ആ കോമ്പറ്റീഷനിൽ നിന്ന് മാറാനുള്ള ആ ഒരു താല്പര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. എന്ന് മാത്രമല്ല, യോഗേഷ് ഗുപ്തയെ വിജിലൻസിൽ നിന്ന് മാറ്റിയിരുന്നു. നമുക്കറിയാം സർക്കാരിന് ഗുണകരമല്ലാത്ത അല്ലെങ്കിൽ സർക്കാരിന് ഹിതകരമല്ലാത്ത ചില നടപടികൾ വിജിലൻസിന്റെ തലപ്പത്തിരുന്ന് യോഗേഷ് ഗുപ്ത ചെയ്തതുകൊണ്ടാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ഇവരുടെ ചോയ്സിൽ വരുന്ന ആളായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ 30 കൊല്ലം മുമ്പ് നടന്ന പ്രമാദമായ വെടിവെപ്പ് കേസിലെ ആളെ ക്രമസമാധാന ചുമതലയുള്ള DGP ആക്കിയാലും യോഗേഷ് ഗുപ്തയെ ആകാശം ഇടിഞ്ഞു വീണാലും ആക്കില്ല എന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു എന്നുള്ളത് സ്പഷ്ടമാണ്, വ്യക്തമാണ്. അപ്പോ ഇവിടെ സംഘപരിവാർ വൽക്കരണം എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഷഫീറും കോൺഗ്രസും. 18 വർഷമായി കേന്ദ്ര ഡെപ്യൂട്ടേഷനിലിരുന്ന റവാഡ ചന്ദ്രശേഖർ കേരളത്തിന്റെ പൊതു ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവിയായി വരികയും ചെയ്യുന്നു. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കാവുന്ന, ഈ ഡോട്ടുകളെല്ലാം ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഒന്നാണോ? ഇനി ഒന്നുകൂടി പറയാൻ അദ്ദേഹത്തിന് മറുപടി. സർ, രവദ ചന്ദ്രശേഖർ അമിത്ഷായുമായിട്ട് വളരെ അടുപ്പത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ശരി നിർത്താൻ പറയൂ. ഞാനൊന്ന് ആടിയതേ ഉള്ളൂ, ഞാൻ ഇടപെടില്ല, പറഞ്ഞോളൂ. ശരി. അല്ല ശരി അല്ല, അങ്ങ് ഈ സംഘപരിവാർ വൽക്കരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ വസ്തുതകൾ ഓരോന്നോരോന്നായി പറയാനുള്ള സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും അവസാനത്തെ അതിന്റെ തെളിവായിട്ട് പറഞ്ഞത് എൻ്റെ നേതാവായിട്ടുള്ള K സുരേന്ദ്രനെ കോഴ കൊടുത്ത കേസിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ കാലതാമസം വരുത്തിയതിൻ്റെ പേരിൽ വെറുതെ വിട്ടു എന്നാണ്. ആ കേസിന്റെ നടപടിക്രമങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ള ഏതൊരാൾക്കും അറിയാം ഈ പറയുന്ന കാര്യം അവാസ്തവമാണ്, അസംബന്ധമാണ്. ഒന്നാമത്തെ കാര്യം, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരം അല്ല. ഞാൻ പറയട്ടെ, അങ്ങ് പറയുന്നത് ഇടപെട്ടിട്ടില്ലല്ലോ. ഒരു സാമാന്യ മര്യാദ ഇല്ലേ ഏത് ചർച്ചയിലും? റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരമല്ല കോഴ കൊടുത്ത കാര്യത്തിന് ഇന്ത്യൻ നിയമത്തിൽ ശിക്ഷിക്കുന്നത്. അത് അന്നത്തെ നിയമത്തിലാണെങ്കിൽ IPC ആയിരുന്നു. ഇപ്പൊ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന BNS ആണ്. ഈ കേസ് നടക്കുന്ന സമയത്ത് നിലവിലുണ്ടായിരുന്ന പീനലായിട്ടുള്ള ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡാണ്. ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 171E പ്രകാരമാണ് ബ്രൈബറി എന്ന് പറയുന്ന ഒഫൻസ് നിൽക്കുന്നത്. ആ ബ്രൈബറി എന്ന് പറയുന്ന ഒഫൻസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരേ സമയം കൊടുത്ത ആൾക്കും വാങ്ങിയ ആൾക്കെതിരെ നിൽക്കും എന്നുള്ളതാണ്. ഒരാൾക്കെതിരെ മാത്രമായിട്ട് നമുക്ക് ബ്രൈബറി എന്ന് പറയുന്ന ഒരു ഒഫൻസ് എടുക്കാൻ കഴിയില്ല. കൈക്കൂലി അല്ലെങ്കിൽ കോഴ എന്ന് പറയുന്നത് കോഴ കൊടുത്ത ആൾക്ക് മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ കോഴ വാങ്ങിയ ആൾക്കും ഉണ്ട് അവിടെ കേസ്. ഇവിടെ 171E പ്രകാരം കേസ് എടുക്കുകയും K സുരേന്ദ്രനെ പ്രതിയാക്കുകയും സുന്ദരയെ പ്രതിയാക്കാതിരിക്കുകയും ചെയ്തപ്പോൾ തന്നെ ഇത് ഒത്തുകളിയിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കേസാണെന്ന് പ്രൈമറിലി ആ കേസ് പരാജയപ്പെട്ടിട്ടുള്ളതാണ്. പിന്നീട് ആ കേസിൽ ഒരുപാട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും അവസാനം വളരെ നീട്ടിയിട്ട് ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തതും സാങ്കേതിക കാര്യം പറഞ്ഞിട്ട് അത് കോടതി തള്ളിയത്. ഒരു കൊല്ലത്തിനകത്ത് ചാർജ് ഷീറ്റ് കൊടുക്കണമെന്ന് നിയമമാണ് സാർ. ശരി, എന്നാ ശരി, നിങ്ങൾ തന്നെ സംസാരിച്ചോളൂ. ഇനി ഒരു 15 മിനിറ്റ് കൂടി സമയമുണ്ടല്ലോ, അതുകൂടി അങ്ങ് സംസാരിച്ചോളൂ. ഞാനിവിടെ കേട്ടില്ല. അങ്ങ് വെറുതെ കള്ളം പറയരുത്. ഒരു കൊല്ലത്തിനകത്ത് ചാർജ് ഷീറ്റ് കൊടുക്കണമെന്ന നിയമത്തിന്റെ വ്യാഖ്യാനത്തെ തെറ്റിച്ചു കേരള പോലീസ് എന്നാണ് ആരോപണം. താങ്കൾ അത് പറഞ്ഞല്ലോ, ഇനി അദ്ദേഹം അതിന് റെസ്പോണ്ട് ചെയ്യട്ടെ. പറഞ്ഞോളൂ ശശാങ്കു, പറഞ്ഞോളൂ.
അല്ല, ഞാൻ പറയുന്ന ആ കേസ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന് ഞാൻ വിട്ടിരുന്ന മറുപടി പറയുന്നില്ല, അത് ആളുകൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. കെ സുരേന്ദ്രൻ തന്നെ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് വിശദീകരിച്ചിട്ടുള്ളതാണ്. ആളുകൾ പരിശോധിച്ചോട്ടെ. ഞാൻ ഈ കാണുന്നത് സംഘപരിവാൽക്കരണമൊന്നുമില്ല. ഏത് പോലീസ് ഉദ്യോഗസ്ഥന്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് IPS അപ്പോയിന്റ് ചെയ്താലും അദ്ദേഹത്തിന് കേന്ദ്രവുമായിട്ട് ബന്ധമുണ്ടാവും, കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയിട്ടുണ്ടാവും, മിനിസ്ട്രി ഓഫ് പേഴ്സണലിന് കീഴിലായിരിക്കും ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാവുക. ഇവരുടെ മേലെല്ലാം സെൻട്രൽ ഗവൺമെന്റിന് ഏത് സമയത്തും കൺട്രോൾ ഉണ്ട്. ഇവരുടെ കേഡറിനെയും ഇവരുടെ ട്രാൻസ്ഫറിനെയും ഇവരുടെ പ്രൊമോഷനെയും ഒക്കെ കേന്ദ്ര സർക്കാർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഏത് പോലീസ് ഉദ്യോഗസ്ഥന് നേരെ വേണമെങ്കിലും ഉന്നയിക്കാവുന്ന ഒരു ആരോപണമാണ്. ഈ റവട ചന്ദ്രശേഖർ അങ്ങനെ സംഘപരിവാറിന്റെ ഒരാളാണ് എന്നുള്ള രീതിയിലൊന്നും ആരോപണം ഉന്നയിക്കാണെന്ന് യാതൊരു സ്കോപ്പുമില്ല. ഈ യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ പറഞ്ഞതിന് പുറമെ യോഗേഷ് ഗുപ്ത ഇവർക്ക് അനഭിമതനാണ് എന്നുള്ളത് സത്യമാണ്. ഇദ്ദേഹം വിജിലൻസുമായി ബന്ധപ്പെട്ട്, എൻഫോഴ്സ്മെന്റുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ പലതരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇയാളെ DGP ആക്കരുത് എന്നുള്ള ആഗ്രഹം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അദ്ദേഹത്തോട് പിന്മാറാൻ ഇവർ പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം DGPയുടെ അപ്പോയിന്റ്മെന്റിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ, സംസ്ഥാനം ആദ്യം DGP ആവാൻ യോഗ്യതയുള്ള ആളുകളുടെ ഒരു പട്ടിക UPSCക്ക് അയക്കണം. UPSCയുടെ ചെയർമാൻ, ഹോം സെക്രട്ടറി, സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി, സംസ്ഥാനത്തിന്റെ DGP ഉൾപ്പെടുന്ന ആളുകൾ ഉൾപ്പെടുന്ന ഒരു പാനൽ ഈ ആളുകളുടെ പേരുകൾ പരിശോധിക്കുകയും ഈ പരിശോധനയിൽ നിന്ന് ഏറ്റവും മികച്ച 3 ആളുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഈ 3 ആളുടെ ഷോർട്ട് ലിസ്റ്റാണ് സംസ്ഥാനത്ത് കൊടുക്കുക. ഈ 3 ആളിൽ നിന്ന് ഒരാളെ മാത്രമേ ഇവർക്ക് അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അവിടെ 2 കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്ന്, DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരായിരിക്കണം. 2, 30 വർഷത്തെ സർവീസ് ഉണ്ടായിരിക്കണം. ഈ 2 മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇവർ 3 ആളുടെ പട്ടിക കൊടുത്താൽ ആ പട്ടികയിൽ നിന്ന് മാത്രമേ അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. യോഗേഷ് ഗുപ്ത ഒഴിവായി കഴിഞ്ഞാൽ ഇവർക്ക് മനോജ് എബ്രഹാമിന്റെ പേര് ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. യോഗേഷ് ഗുപ്ത ഉള്ള സമയത്ത് മനോജ് എബ്രഹാമിന്റെ പേര് ഇതിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. അദ്ദേഹം DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണെങ്കിലും 30 വർഷത്തെ സർവീസ് എന്ന് പറയുന്ന മാനദണ്ഡം പാലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, 4ാമതായിട്ടാണ് അദ്ദേഹത്തിന്റെ പേര് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന്റെ താല്പര്യം ശ്രീ മനോജ് എബ്രഹാമിനെ DGP ആയിട്ട് അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്നാൽ അദ്ദേഹം ഈ പറയുന്ന UPSCയുടെ മാനദണ്ഡങ്ങൾക്ക് നിൽക്കുന്നതായിരുന്നില്ല. ഏതെങ്കിലും ഒരാൾ പിൻവലിഞ്ഞാൽ മാത്രമേ മനോജ് എബ്രഹാമിന്റെ പേര് അവിടെ കൊടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇവർ യോഗേഷ് ഗുപ്തയോട് ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഈ റവട ചന്ദ്രശേഖറിനോടും ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച അദ്ദേഹം നേരിട്ട് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണെങ്കിലും അദ്ദേഹം നേരിട്ട് സംസ്ഥാനത്ത് വന്ന് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഒക്കെ കണ്ട് എൻ്റെ പേര് കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തണം, ഞാൻ തൽപരനാണ് എന്ന് വ്യക്തിപരമായി കൂടി അവരെ ബോധ്യപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പട്ടിക കൊടുത്തു. ആ പട്ടികയിൽ നിന്ന് ഈ പറയുന്ന സീനിയോറിറ്റി പ്രകാരമുള്ള 3 ആളുടെ പേര് വന്നപ്പോൾ അതിലിവർക്ക് ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള ആൾ, ഇപ്പോൾ ഈ പറയുന്ന നിതിൻ അഗർവാളിന്റെ കാര്യത്തിലാണെങ്കിലും യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിലാണെങ്കിലും ഉള്ളത്ര എതിർപ്പ് റവട ചന്ദ്രശേഖറിന്റെ കാര്യത്തിലാണ് ഇല്ലാത്തത്. അതുകൊണ്ട് അതിൽ നിന്ന് അവർക്ക് ഏറ്റവും അഭികാമ്യനായിട്ടുള്ള ആളെ എടുത്തു എന്നതല്ലാതെ ഈ പറയുന്നത് പോലെ ഇതിലൊരു സംഘപരിവാർ ആരോപണത്തിൻ്റെ ഒരു സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ജയിക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് അതിന്റെ യഥാർത്ഥ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എത്രത്തോളം സഭയെ കിട്ടുമെന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ സ്വാശ്രയ കോളേജുകൾക്കെതിരെ ജയിക്ക് ഇവിടെ പറയുമ്പോൾ ഈ കേട്ടിരിക്കുന്ന ആളുകൾക്കും കൂടി ഈ ചരിത്രത്തെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാവണമല്ലോ. ഒന്നാമത്തെ കാര്യം, ഈ സ്വാശ്രയ കോളേജുകൾ അനുവദിക്കുന്നതിനെതിരായിട്ടാണ് ഈ സമരം എന്നത് യഥാർത്ഥത്തിൽ CPM അവരുടെ കേഡറുകളോടും പൊതുസമൂഹത്തോടും പറഞ്ഞിട്ടുള്ളൊരു നുണയാണ്. യഥാർത്ഥത്തിൽ എന്തിനായിരുന്നു കൂത്തുപറമ്പിൽ സമരം നടത്തിയത്? MV രാഘവനെ കണ്ണൂരിൽ കാല് കുത്തിക്കില്ല എന്ന് പറയുന്ന പ്രഖ്യാപനത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. 1987 ഈ പറയുന്ന CPMനെ പരാജയപ്പെടുത്തിക്കൊണ്ട് MV രാഘവൻ ജയിക്കുകയും അതിനുശേഷം 1991 കരുണാകരൻ മന്ത്രിസഭയിൽ അദ്ദേഹം സഹകരണ വകുപ്പ് മന്ത്രിയാവുകയും ചെയ്ത ഘട്ടത്തിൽ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു ആഹ്വാനമാണ് MV രാഘവനെ കണ്ണൂർ കാല് കുത്തിക്കില്ല എന്നുള്ളത്. അദ്ദേഹം കണ്ണൂർ വന്ന സമയങ്ങളിലെല്ലാം വയലൻസ് ഉണ്ടായിട്ടുണ്ട്. 1993 MV രാഘവൻ കണ്ണൂർ വന്നപ്പോൾ അദ്ദേഹത്തിന് നേരെ ബോംബേർ ഉണ്ടായിട്ടുണ്ട്. അതേ വർഷം അദ്ദേഹത്തിന്റെ പാമ്പ് വളർത്തൽ കേന്ദ്രം ആക്രമിക്കുകയും അവിടെയുള്ള മലമ്പാമ്പുകളെയും ചീങ്കണ്ണികളെയും വരെ തീയിട്ട് കത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് 1994 ഈ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി MV രാഘവൻ വരുമ്പോൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുന്ന ഈ മുന്നേറ്റം. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താ? ഒരു കാലത്ത് കണ്ണൂരിലെ പാർട്ടിയുടെ അവസാന വാക്കായിരുന്ന പാർട്ടി കേഡർമാരുടെ ആശയവും ആവേശവും ഒക്കെ ആയിരുന്ന MV രാഘവൻ പാർട്ടിക്ക് അനഭിമതനാവുന്നത് 1968 കുപ്രസിദ്ധമായിട്ടുള്ള ജില്ലാ കമ്മിറ്റി പിടിച്ചെടുക്കലിലൂടെയാണ്. അന്ന് പാർട്ടി അവതരിപ്പിച്ചിട്ടുള്ള ഔദ്യോഗിക പാനലിലെ മുഴുവൻ ആളുകളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് MV രാഘവൻ അവതരിപ്പിക്കുന്ന റിബൽ പാനൽ വിജയിക്കുകയും MV രാഘവൻ തന്നെ തെരഞ്ഞെടുത്തിട്ടുള്ള ജില്ലാ കമ്മിറ്റി MV രാഘവനെ തന്നെ സെക്രട്ടറി ആയിട്ട് നിയമിക്കുകയും ചെയ്തു. പിന്നീട് 2 കൊല്ലം MV രാഘവൻ കണ്ണൂരിലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി.
20 അദ്ദേഹം രാജിവെച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളായിട്ടുള്ള ആളുകൾ മാത്രം കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറിമാരാവുന്നു അദ്ദേഹം ഉറപ്പുവരുത്തി. അതിനുശേഷം നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കണ്ണൂർ എം വി രാഘവനാണ് MLA. അപ്പോ ഈ പാർട്ടിയുടെ ഈ EMS എന്നൊക്കെ പറയുന്നത് ഞാൻ പറയട്ടെ, അല്ലെ സമയം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ 2 വാചകത്തിൽ പറഞ്ഞത് താങ്കൾ എലാബറേറ്റ് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. അല്ല, ഒരു കാര്യമുള്ള എന്താ വെച്ചാൽ ആ സമയത്ത് EMSന് എം വി രാഘവനോട് ഉണ്ടായിട്ടുള്ള ഒരു വൈഷമ്യമാണ്. അതായത് പാർട്ടിയിലെ താത്വികാചാരനായിട്ട് പാർട്ടിയുടെ ആശയപരമായിട്ട് നിലപാട് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് ബുദ്ധിമുട്ടുന്ന EMS അവിടെ നിൽക്കുമ്പോൾ വളരെ ലളിതമായിട്ട് പ്രായോഗികമായിട്ട് പരുക്കൻ ഭാഷയിലൂടെയും പരിഹാസങ്ങളിലൂടെയൊക്കെ കേഡർമാരോട് അനായാസം സംവദിക്കുന്ന എം വി രാഘവൻ അവിടെ ഒരു ജനകീയ നേതാവായിട്ട് ഉയർന്നു വരികയാണ്. ഒരിക്കൽ EMS ഒരു യോഗത്തിൽ സംസാരിക്കുന്ന സമയത്ത് എം വി രാഘവൻ അങ്ങോട്ട് കടന്നു വരികയും ആളുകൾ സിന്ദാബാദ് വിളിച്ചിട്ട് EMSന് പ്രസംഗം നിർത്തിവെക്കേണ്ടി വരികയും ഇദ്ദേഹം വേദിയിൽ എത്തുന്നവരെ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് MK കേളു എം വി രാഘവനോട് പറഞ്ഞത്രേ നമ്പൂരി തന്നെ നോട്ടിട്ടുണ്ട് സൂക്ഷിച്ചോളെന്ന്. അതിനുശേഷം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ അയച്ചു കൊടുക്കുന്ന സമയത്ത് എം വി രാഘവന്റെ പേര് ബോധപൂർവ്വം ഒഴിവാക്കി. എം വി രാഘവനേക്കാൾ ജൂനിയർമാരായിരുന്ന MM ലോറൻസ്, അതേപോലെ തന്നെ രവീന്ദ്രനാഥ്, അതേപോലെ തന്നെ മറ്റേ നമ്മുടെ രാമേന്ദ്രപിള്ള, PS രാമേന്ദ്രപിള്ള തുടങ്ങിയിട്ടുള്ള ആളുകളെയാണ് നിയമിച്ചത്. മുന്നുണ്ടായിട്ടുള്ള 1980 സർക്കാരിനെ തന്നെ മന്ത്രിയാക്കാത്ത കാര്യത്തിൽ എം വി രാഘവൻ ഓൾറെഡി പാർട്ടിയോട് തെറ്റിലായിരുന്നു. മന്ത്രിയാക്കിയില്ല, അതുകൊണ്ട് പുത്തലത്ത് നാരായണനും അതേപോലെ തന്നെ എം വി രാഘവനും ഓൾറെഡി പാർട്ടിയോട് എതിർത്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തന്റെ പേര് നിർദ്ദേശിക്കുന്നത്. വൈരാഗ്യത്തിന്റേതായ ചരിത്രം നിശ്ചയമായി ഉണ്ട്. നമ്മളിപ്പോ മുസ്ലിം ലീഗിനെ കൂടി കൂട്ടാൻ അവതരിപ്പിച്ചു. മുറിവിൽ ഉപ്പ് പുരട്ടുന്നത് പോലെ. ശരി, അല്ല ഈ പറഞ്ഞ കാലുഷ്യങ്ങളുടെ ഒക്കെ അനന്തരഫലം കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്. അതിൽ ഈ പറഞ്ഞ സാശ്രയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നീട് എന്താ പറയാ, അതൊക്കെ ചുമ്മാ പുട്ടിന് പീര പോലെ ഇട്ടുന്നുള്ളൂ. അതിൽ കുറെ ചരിത്രപരമായ വസ്തുതകളുണ്ട്. ശ്രീ ജെയ്ക്സി തോമസ്, ഇവിടുത്തെ പ്രശ്നം പക്ഷേ ഇപ്പോൾ 30 കൊല്ലമോ 40 കൊല്ലമോ മുമ്പ് നടന്ന കാര്യമല്ല. ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആരോപണം യോഗേഷ് ഗുപ്തയെ എന്തിന് മറികടന്നു, യോഗേഷ് ഗുപ്ത എന്തുകൊണ്ട് അനഭിമതനായി, എന്തുകൊണ്ടാണ് വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് വിശ്വാസമില്ലാത്ത ആളായി മാറിയത് എന്ന ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തേത് സംഘപരിവാർ വൽക്കരണം എന്ന ആരോപണം കുറെ കാലമായി ഉന്നയിക്കുന്നുണ്ട് പല കോർണറുകളിൽ നിന്ന്. ഇപ്പോൾ നിങ്ങളുടെ MLA ആയിരുന്ന PV അൻവർ ഉന്നയിച്ചു, MLA ആയിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് ഉന്നയിക്കാറുണ്ട്. ഒരു വേള ആനി രാജ CPIയുടെ ദേശീയ നേതാവ് കടുത്ത വാചകം പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന ആരോപണങ്ങളുടെ ഒക്കെ ആ ഒരു ബോഗി ഇങ്ങനെ കടന്നുപോയി കൊണ്ടുപോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഏതാണ്ട് 20 മിനിറ്റാണെന്ന് തോന്നുന്നു. ഏതാണ്ട് ഒരു 10 മിനിറ്റോളം കോൺഗ്രസ് പ്രതിനിധിയും മറ്റൊരു 10 മിനിറ്റോളം BJPയുടെ പ്രതിനിധിയും. അതിൽ BJPയുടെ പ്രതിനിധി ഏറ്റവും ഒടുവിൽ CPIഎമ്മിനെ സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ പല കാലയളവിൽ വിളമ്പി വെച്ചിട്ടുള്ള പല നുണകളും അദ്ദേഹത്തിന്റെ വാദമുഖങ്ങളായി അവതരിപ്പിച്ചു. അങ്ങനെക്ക് സമയം അനുവദിക്കണമെന്ന് നിശ്ചയമായി ഞാൻ അവകാശപ്പെടും. കാരണം ഈ 2 പ്രതിനിധികളും 10 മിനിറ്റ് വീതം എടുത്ത് നട്ടാൽ കുരക്കാത്ത പല നുണകളും, അതിലേറിയ പങ്കും കോൺഗ്രസ് പ്രതിനിധികളാണെന്നുള്ളതാണ് പ്രത്യേകത. സാധാരണഗതിയിൽ നസ്രയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കണോ എന്നുള്ളൊരു വാക്യമുണ്ട്. ആ വാക്യം സ്വാഭാവികമായി ഞാനിവിടെ ഓർത്തു. കാരണം എപ്പോഴൊക്കെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ളവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച്, ജീവിത പങ്കാളികളെ സംബന്ധിച്ച്, മാതാപിതാക്കളെ സംബന്ധിച്ച് നട്ടാൽ കുരുക്കാത്ത അപഹാസ്യമായ പരാമർശങ്ങളും നുണകളും പറഞ്ഞുകൊണ്ടാണോ നമ്മൾ രാഷ്ട്രീയത്തിൽ സംവദിക്കേണ്ടത്? ഞാൻ സത്യസന്ധമായി എത്ര പേരെ തിരിച്ചു വേണമെങ്കിൽ എനിക്ക് അതേ മാനദണ്ഡമായി സ്വീകരിച്ച എത്ര ആളുകളെ കുറിച്ച് എനിക്ക് പറയാം. എത്ര ആളുകളെ കുറിച്ച് എത്രയോ മര്യാദരഹിതമായ നിലയിലാണ് ഇടപെടുന്നത്. ഒരു ചർച്ചയിൽ എങ്ങനെ ഒരാൾ ഇടപെടാൻ പാടില്ല, ഒരു ചർച്ചയിൽ ഒരാൾ എന്താകാൻ പാടില്ല, ഒരു സംവാദത്തിൽ എങ്ങനെ ഇടപെടാൻ പാടില്ല എന്ന് ചോദിച്ചാൽ ദാ ഇങ്ങനെ എന്ന് ഞാൻ മറുപടി പറയും. ഞാൻ മറുപടി പറയുന്നത് മാത്രമല്ല, ഈ ചർച്ച കാണുന്ന പ്രേക്ഷക സമൂഹത്തിന് അക്കാര്യത്തിൽ ഒരു ധാരണയുണ്ടാകും. ഞാൻ സംസാരിച്ചപ്പോൾ മാത്രമല്ലോ അങ്ങിങ്ങനെ ഇടപെടാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ പറയുന്നു, രാഷ്ട്രീയത്തെ അല്പം കൂടെ ദാർശനികമായും ആശയപരമായും മനസ്സിലാക്കാൻ അങ്ങയുടെ അത്ര പാണ്ഡിത്യവും വലിപ്പവും അറിവും ഒന്നും എനിക്കില്ലെങ്കിലും അങ്ങ് അക്കാര്യത്തിൽ ശ്രമിക്കണമെന്ന വിനീതമായ അഭ്യർത്ഥന ഞാൻ അങ്ങയോട് നടത്തുകയാണ്. കാരണം എന്താണ്, അങ്ങ് ചർച്ച ആരംഭിച്ച് ദീർഘസമയം ആവർത്തിക്കാൻ ശ്രമിച്ചൊരു ആരോപണം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്ന ശ്രീമതി PP ദിവ്യക്കെതിരെയാണ്. അദ്ദേഹം പറയുന്നു ഏതോ ഒരു KSUവിന്റെ ഉചിതനായ നേതാവ് അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, വൻ അഴിമതി കണ്ടെത്തിയിരിക്കുന്നു, ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അക്കാര്യത്തിൽ അവരെ തൂക്കിക്കൊല്ലാൻ പര്യാപ്തമാകുമാറ് കേസെടുത്ത് ഇപ്പോൾ തന്നെ വിധി പ്രസ്താവത്തിന് യോഗ്യമായ നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു, ആ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ദീർഘസമയം എടുത്തുകൊണ്ട് അദ്ദേഹത്തെയും അവരുടെ കുടുംബത്തെയും ഒക്കെ വേട്ടയാടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. കോൺഗ്രസ് നേതാവ് മനസ്സിലാക്കേണ്ടത്, അങ്ങനെ തൂക്കിക്കൊല്ലാൻ പര്യാപ്തമായ മുതല് അതല്ലെങ്കിൽ തെളിവ് അങ്ങയുടെ കയ്യിലോ അങ്ങയുടെ ശിഷ്യനായി KSUക്കാരന്റെ കയ്യിലോ ഉണ്ടെങ്കിലേ
കൊണ്ട വിജിലൻസ് കോടതിയിൽ ഒരു കേസ് കൊടുക്കുന്നേ. കുറെ കേസ് കൊടുത്തിപ്പോ നല്ല പാണ്ഡിത്യം അവകാശപ്പെടുന്ന പല പ്രമുഖന്മാരും വീട്ടിലിരിക്കുന്നുണ്ടല്ലോ. അങ്ങയുടെ അഭിഭാഷക പാണ്ഡിത്യത്തിന് അത്രത്തോളം കരുത്തില്ല എന്നാണ് അങ്ങ് കരുതുന്നതെങ്കിൽ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ നേതാവുണ്ടല്ലോ, വിജിലൻസ് കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ തുടരെ കേസ് കൊടുത്ത എന്തിനധികം തൃശൂർ കേരളവർമ്മ കോളേജിൽ 1 വോട്ടിന് തോറ്റ KSUവിനെ കേസ് കൊടുത്ത് 7 വോട്ടിന് തോപ്പിച്ച അഭിഭാഷക പ്രമുഖന്മാരുണ്ടല്ലോ. അതൊക്കെ അങ്ങേക്കാൾ തലമുതിർന്നവരാണെന്ന് അവകാശപ്പെടുന്നവരാണ്. കൊണ്ട കേസ് കൊടുക്കണം മിസ്റ്റർ, എന്നിട്ട് വധശിക്ഷയ്ക്ക് തൂക്കുകയർ വാദിച്ചു കൊടുക്കണം. അല്ലാതെ ഒരു ഫ്ലോറിൽ വന്നിരുന്നിട്ട് അവസരം ലഭിക്കുമ്പോ നട്ടാക്കുരുക്കാത്ത നുണയും വായിൽ കിടക്കുന്ന നാക്കിന് ലൈസൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് എന്ത് വൃത്തികേടും പറയാമെന്ന് അങ്ങ് കരുതരുത്. അങ്ങനെ പറഞ്ഞാൽ തിരിച്ച് പലതും കേൾക്കേണ്ടതായിട്ട് വരും. പക്ഷെ മാതൃഭൂമിയുടെ ചർച്ചാ ഫ്ലോർ ആണെന്നുള്ളതുകൊണ്ട് മര്യാദ ഒരു ബലഹീനതയായിട്ട് കോൺഗ്രസ് പ്രതിനിധി ദയവ് ചെയ്ത് കാണല്. അങ്ങ് മനസ്സിലാക്കണം. മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നു, കുടുംബാംഗങ്ങൾക്കെതിരെ പറയുന്നു, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പറയുന്നു, അവരുടെ കുടുംബാംഗങ്ങളെതിരെ പറയുന്നു. എന്ത് മര്യാദകളും വിളിച്ചു പറയാന്നാണ് അങ്ങ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയൊന്നുമല്ല രാഷ്ട്രീയത്തെ കാണേണ്ടത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മക്കൾക്ക് കുടുംബത്തിനും പറഞ്ഞതാണല്ലോ. ഇനി അതിന് മറുപടി ശരി, അത് പറഞ്ഞതാണല്ലോ. ഷഫീർ അത് പറഞ്ഞതാണല്ലോ, താങ്കൾ പറഞ്ഞു. ഇനി അതിനുള്ള റെസ്പോൺസ് നികുതി കൊടുക്കുന്ന ഞങ്ങൾക്ക് ചോദ്യം ചോദിച്ചല്ലോ, ഒരുപാട് വട്ടം ചോദിച്ചല്ലോ. ഇനി അതിനുള്ള മറുപടി കേൾക്കും. മറുപടി പറയും. കേരളത്തിലെ മുഖ്യമന്ത്രിക്കും അദ്ദേഹം പങ്കെടുക്കുന്ന ഉന്നത യോഗം ആ വിഷയം പറഞ്ഞല്ലോ. ഇനി അതിന് മറുപടി കേൾക്കും. ഇനി അതിനുള്ള മകളെയും കുട്ടിയെയും കൊണ്ടുവന്നിരുത്തി അവഹേളിക്കാൻ ശരി ശ്രീ ഷഫീർ താങ്കൾ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നത് 12 തവണ പറഞ്ഞല്ലോ. അതിനുള്ള മറുപടി കൂടി പറയട്ടെ. ശരി, താങ്കൾ ഉന്നയിച്ച വിഷയത്തിനും ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പുറത്തെ ഭാഗത്ത് ചോദ്യം മാത്രം ഉത്തരം വേണ്ടേ? സമയം കഴിയുമ്പോൾ യോഗത്തിൽ കൊണ്ടുവന്നിരുത്തിയാൽ ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ ശ്രീ ഷഫീർ? അത് അല്ല, ഉത്തരം കേൾക്കൂ. ശരി, ജയിക്കിന്റെ മറുപടി കേൾക്കൂ പ്ലീസ്. പറയൂ, മറുപടി പറയൂ. ഞാൻ പറഞ്ഞല്ലോ, ഭീഷണിയും വേണ്ട. കോൺഗ്രസ് പ്രതിനിധി വിഷമിക്കേണ്ടെന്നേ. ഒരു വിഷമമില്ല, തർക്കിച്ചു തന്നെ പോവാ. ഞാൻ പറഞ്ഞത് കേട്ട് അങ്ങ് പേടിച്ചോ? ആര് പേടിക്കുവാൻ? ഞാൻ പറഞ്ഞത് കേട്ട് അങ്ങ് പേടിച്ചോ? മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് ഞങ്ങൾ ഉയർത്തിയത്. തന്റെ ഇടമുണ്ടെങ്കിൽ മര്യാദയാണോ? അല്ല ശ്രീ ഷഫീറിനെ അദ്ദേഹത്തിന്റെ മറുപടി കേൾക്കും. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഭീഷണിയൊന്നും വേണ്ട. ശരി, ഇല്ല, ആരെയും ഭീഷണി ഒന്നും പെടുന്നില്ല. ശ്രീ ജയിക്ക്, താങ്കളുടെ സമയമാണ്, താങ്കളുടെ അവസരമാണ്, താങ്കളാണ് പറയേണ്ടത്. പറയൂ. ഇങ്ങനെ മര്യാദ കെട്ട നിലയിൽ ഒരു പാനലിസ്റ്റ് പെരുമാറിയാൽ ആർക്കും വാക്കുകൾ വാഗ്വാദത്തിലേക്ക് പോയാൽ നിങ്ങൾ രണ്ടുപേരും പറയുന്നത് പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല. കുടുംബത്തിനെതിരായി KSU പ്രേക്ഷകർക്കാണല്ലോ ഇത് അറിയേണ്ടത്. പ്രാഥമിക റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് തുടരന്വേഷണം നടത്താൻ തന്നെ ഇടപെടൽ ചെയ്യും. ശരി, ഓക്കെ. VP ദിവ്യയുടെ വിഷയം പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ വിഷയം പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ മകളും കുട്ടിയെ കൊണ്ടുവന്നിരുത്തി സർക്കാരിന്റെ ഉന്നത യോഗത്തിൽ അതിന് മറുപടി കൂടി കേൾക്കൂ. ബന്ധപ്പെട്ട യോഗത്തിൽ കൊണ്ടുവന്നിരുത്തി അനുചിതത്തെ ചോദ്യം ചെയ്യുമ്പോ ഭീഷണിയൊന്നും വേണ്ട. ശരി, ആ മറുപടി കേൾക്കൂ. ജയിക്കുന്ന മറുപടി. എനിക്ക് സമയമില്ല, താങ്കളുടെ അവസരമാണ്. മറുപടി പറയൂ. ഇല്ല, ബാക്കി 5 മിനിറ്റ് അദ്ദേഹത്തിന് കൊടുക്കുക. കുറച്ചു പേരുടെ കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും അപകസിക്കട്ടെ. നിലവാരമുള്ളതായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല, അദ്ദേഹം പറയട്ടെ. അല്ല, അയാൾ പറയട്ടെ. രേഖ ഞാൻ തരാം. എനിക്കിപ്പോ KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമ്മാസ് അയച്ചെന്ന രേഖ, കരാറിന്റെ രേഖ കാണോ? ഇപ്പൊ ഞാൻ അഭിലാഷ് അയച്ചു കൊടുക്കാം. ഗംഭീരാകും. എഴുതി തയ്യാറാക്കിയ രേഖ വേണം, വായിക്കണോ? ശരി. അപ്പോ സമയം 8:27 ഒരു RDI പച്ചക്കറി കമ്മ്യൂണിസ്റ്റുകാരനായ RDI പറഞ്ഞു കൊന്ന. അപ്പോ ഒരു ഇടവേള എടുത്തതിന് ശേഷം അപ്പോഴത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കും. ഒരു ഇടവേള എടുത്തതിന് ശേഷം പെട്ടെന്ന് ഞാൻ മടങ്ങിയെത്താം. ചർച്ച ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. ശ്രീ ജെയ്ക്സി തോമസ്, താങ്കൾക്കാണ് ഇനി മറുപടി പറയാൻ ഇനിയും ഒരുപക്ഷെ സമയം വേണമെങ്കിൽ. ഞാൻ 2 പേർക്ക് സമയം കൊടുത്ത കാര്യം പറഞ്ഞു, താങ്കൾക്കും തത്തുല്യമായ സമയം തന്നു. കൂടുതൽ ആഡ് ചെയ്യാനുള്ളത് ഇപ്പോൾ ആഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഇല്ല, ഞാൻ ഒറ്റ വാചകം പറയുന്നുള്ളൂ. അത് അങ്ങയോടുള്ള എന്റെ അഭ്യർത്ഥനയാണ്. അങ്ങേക്കറിയാവുന്ന സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPM പ്രതിനിധിയായി ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ
അത് ഞങ്ങളാരും വ്യക്തിപരമായി ആഗ്രഹിക്കുന്നതല്ല. പാർട്ടി കേന്ദ്രം അങ്ങയുമായി നടത്തപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായി നമ്മൾ വരുന്നതാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ അങ്ങയുടെ ഒരു അഭ്യർത്ഥന നടത്തുന്നത് ഇത്രയേ ഉള്ളൂ. ഇത്രമേൽ സംസ്കാര സമ്പന്നരായ, ഇത്രയും വലിയ പാണ്ഡിത്യവും അറിവും സംവാദന മികവുമുള്ള കോൺഗ്രസ് പ്രതിനിധിയെ പോലെ ഒരാൾ വരുമ്പോ അങ്ങ് ദയവ് ചെയ്ത് ഇനി അങ്ങോട്ടുള്ള സംവാദത്തിൽ എന്നെ അങ്ങ് ഒഴിവാക്കിയേക്കണം. കാരണം അദ്ദേഹത്തോട് സംവദിക്കാനുള്ള കരുത്തില്ല. ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു വിദ്യാർത്ഥി മാത്രമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അത്ര സംസ്കാരവും അദ്ദേഹത്തിന്റെ അത്ര മര്യാദയും എനിക്കില്ല. അങ്ങ് ബുദ്ധിമുട്ടണ്ട. ശരി, അപ്പൊ രണ്ടുപേരും പറഞ്ഞല്ലോ. ഇനി വിഷയങ്ങളിലേക്ക് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അഭിലാഷ് പറ. ശരി, അല്ല ഇപ്പൊ ഞാൻ ജഡ്ജി ആയിട്ട് തീരുമാനം എടുക്കേണ്ട ഞാൻ ഈ പറഞ്ഞ പ്രമാണം നിങ്ങൾക്ക് അയച്ചു തന്നല്ലോ. ശരി, ഇപ്പൊ നോക്ക്, ഈ പറയപ്പെടുന്ന VP അജിത്ത് എഴുതി വാങ്ങിയ, ഈ ഭൂമി എഴുതി വാങ്ങിയ VP അജിത്ത് ദിവ്യ അല്ലെങ്കിൽ അത് പറ. ശരി, വിജിലൻസ് ഇപ്പൊ നേരത്തെ ജയിക്ക് പറഞ്ഞതുപോലെ അന്വേഷണം നടത്തി റിപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അന്വേഷണം നടത്തിയാൽ കുടുംബത്തോടകത്ത് പോകും. ശരി, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജയിക്ക് പറയാം, നമുക്ക് അവസാനിപ്പിക്കാം. യോഗേഷ് ഗുപ്തയെ മാറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം. ശരി 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 ഞാൻ ആരോപണമായിട്ട് ആവർത്തിക്കുകയാണ്. ചാനൽ ഫ്ലോറിൽ നാളെ രേഖകൾ വെച്ച് പത്രസമ്മേളനം KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് BRM ഷഫീർ ഉന്നയിക്കുന്ന ആരോപണമാണ്. അത് അദ്ദേഹം പ്രൂവ് ചെയ്യും, അതല്ലെങ്കിൽ ഷമ്മാസ് പ്രൂവ് ചെയ്യും. ഇനി ജയിക്കിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, നമുക്ക് അവസാനിപ്പിക്കാം. ഇത് ഞാൻ ഉന്നയിച്ച ആരോപണമല്ലല്ലോ. ശരി ശരി ശരി, അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേൾക്കാലോ. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹവുമായിട്ട് ഇങ്ങനത്തെ ഒരു സംവാദം സാധ്യമാണ്. ആങ്കർ വ്യക്തിപരമായിട്ട് ആലോചിച്ച് നോക്ക്. അദ്ദേഹത്തിന്റെ തെളിവുണ്ട് പോലും തൂക്കിക്കൊല്ലാൻ പര്യാപ്തമായ തെളിവുണ്ടെങ്കിൽ അങ്ങ് സ്വയം അഭിഭാഷകനാണല്ലോ, അല്ലെ? അങ്ങേക്കാൾ വലിയ പല സ്ഥലങ്ങളിലും രോമത്തെ തൊടാനുള്ള തെളിവുണ്ടോ? രേഖ പോലും. എന്ത് രേഖ? വേറെ വല്ല പണിക്കും പോകണം. ഒളിച്ചോടാൻ നിൽക്കരുത്. ശരി ശരി ശരി, നിങ്ങൾ തമ്മിൽ വാഗ്വാദം വേണ്ട. നമ്മുടെ ചർച്ചയുടെ സമയം അവസാനിച്ചു. ശരി, എല്ലാം നിയമത്തിന് മുമ്പിൽ വരട്ടെ. എല്ലാ കാര്യങ്ങളും ഇഴകീറി പരിശോധിക്കട്ടെ. അതിൽ മെറിറ്റ് ഉണ്ട് എങ്കിൽ അതനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാവട്ടെ. വളരെ നന്ദി ശ്രീ ജയിക്ക്, ശ്രീ BRM ഷഫീർ, ഒപ്പം ശ്രീ ശങ്കുട്ടിദാസ്. വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.